ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കേ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? വന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ ഓഫ് പേജിന്റെ ക്ലാസ്സിനകത്ത് ഡയറക്ടറി സബ്മിഷൻ എന്നുള്ള പ്രോസസ്സാണ് പഠിച്ചത്. ഡയറക്ടറി സബ്മിഷൻ ചെയ്യണതും ഒക്കെ ഞാൻ കാണിച്ചു തന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബ്ലോഗിനകത്ത് 1-2 ഡയറക്ടറി സബ്മിഷൻ ചെയ്ത് നോക്കാം. ഇന്നലെ നമ്മൾ സബ്മിറ്റ് ചെയ്തതുപോലെ സബ്മിറ്റ് ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് 1-2 പ്രാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോണ സമയത്ത് ഒരു ഡയറക്ടറി സബ്മിഷൻ ചെയ്തിട്ടുണ്ടോ, ചെയ്യാൻ അറിയാമോ, അല്ലെങ്കിൽ ചെയ്ത് കാണിക്കാമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ വലുതായിട്ടൊന്നും പഠിക്കാനില്ല. പക്ഷേ ഡയറക്ടറികൾ പലതരത്തിലുണ്ട്. അത് നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ഡയറക്ടറി പ്രോജക്റ്റ്, അതുപോലെ തന്നെ ഫ്രീ ഡയറക്ടറി, പെയ്ഡ് ഡയറക്ടറി, റെസിപ്രോക്കൽ ഡയറക്ടറി, ഡീപ്പ് ലിങ്ക് ബിൽഡിംഗ് ഡയറക്ടറി, അങ്ങനെ പല കാറ്റഗറിയിൽ ഡയറക്ടറീസ് ഉണ്ട്. അപ്പം ഈ ഡയറക്ടറികളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ക്ലാസ്സാണ് നമ്മൾ കഴിഞ്ഞത്. അപ്പം ഇന്നലെ ലാസ്റ്റ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു ഡയറക്ടറി സബ്മിഷൻ വഴി നമുക്ക് ലിങ്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആർട്ടിക്കിൾ സബ്മിഷൻ വഴിയും നമ്മൾ വെബ്സൈറ്റിലേക്ക് ലിങ്ക് എടുക്കാൻ പറ്റും. നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മളെ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഈ ലിങ്കുകൾ ഗൂഗിൾ എപ്പോഴെങ്കിലും റെക്കമെൻഡേഷൻ വോട്ടുകളായിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വെബ്സൈറ്റിലേക്ക് വേറെ വെബ്സൈറ്റിൽ നിന്ന് പോയിന്റ് ചെയ്ത് വരുന്ന ലിങ്കുകൾ ഒരു റെക്കമെൻഡേഷൻ വോട്ടായിട്ട് ഗൂഗിൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് റാങ്കിങ്ങിന് അത് യൂസ്ഫുൾ ആകും. ആ റെക്കമെൻഡേഷൻ കൊണ്ട് നമ്മൾ റാങ്കിങ് മെച്ചപ്പെടും എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു വസ്തുത. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ലിങ്കുകൾ എപ്പോഴാണ് ഏറ്റവും നല്ല ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആയിട്ട് ഗൂഗിൾ കണക്കാക്കുക, അല്ലെങ്കിൽ ഹൈ വാല്യൂ റെക്കമെൻഡേഷൻ വോട്ടായിട്ട് ഗൂഗിൾ കണക്കാക്കുക, ഏത് തരത്തിലുള്ള ലിങ്ക് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഡയറക്ടറി സബ്മിഷൻ വഴിയുള്ള ലിങ്ക് ആണോ, ആർട്ടിക്കിൾ സബ്മിഷൻ വഴിയുള്ള ലിങ്ക് ആണോ, കിട്ടുന്ന ലിങ്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ടറി സബ്മിഷൻ വഴി കിട്ടുന്ന ലിങ്കുകൾ, മിക്ക ലിങ്കുകളും തിന്നായിട്ടുള്ള പേജുകളിലായിരിക്കും നമ്മൾ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ആ ലിങ്കുകളിൽ നിന്ന് പാസ് ചെയ്യുന്ന ഇക്വിറ്റി വളരെ കുറവാകാനാണ് എപ്പോഴും സാധ്യത. എന്നാൽ നേരെ മറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതി ഉണ്ടാക്കി അതൊരു ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ലിങ്ക് കുറച്ചുകൂടെ വാല്യുബിൾ ആയിരിക്കും. കാരണം ആർട്ടിക്കിൾ നമ്മൾ എഴുതി ഉണ്ടാക്കുമ്പോൾ അതൊരു കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള പേജായിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു 300-400 വേർഡ്സ് ഒക്കെ ഉള്ള ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കിയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് വേറൊരു വശം കൂടെ ഉണ്ട്. മിക്ക ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകളിലും നല്ല ആർട്ടിക്കിളും നല്ല അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റി ഒക്കെ ഉള്ള കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ ആർട്ടിക്കിൾ നമ്മൾ സബ്മിറ്റ് ചെയ്താലും അപ്രൂവ് ആവത്തുള്ളൂ എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പം എങ്ങനെ പോയാലും ചിലപ്പോൾ ഒരു 400-500 വേർഡ്സ് ഒക്കെ ഉള്ള ഒരു ആർട്ടിക്കിൾ ആയിരിക്കും തയ്യാറാക്കുക. ആ തയ്യാറാക്കുന്ന ആർട്ടിക്കിൾ ഒരു ആർട്ടിക്കിൾ സബ്മിഷൻ വെബ്സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്ത് വരുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന നമ്മളെ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്ത് വരുന്ന ലിങ്ക് ഗൂഗിൾ ഒരു റെക്കമെൻഡേഷൻ ലിങ്ക് ആയിട്ട് കൗണ്ട് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് അതിനകത്തുനിന്ന് ഗുണം കിട്ടുക എന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ആർട്ടിക്കിൾ സബ്മിഷൻ വഴി കിട്ടുന്ന ലിങ്കുകളൊക്കെ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഒരു പേജിനകത്ത് നിന്ന് വരുന്നതായതുകൊണ്ട് ഡയറക്ടറി സബ്മിഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡയറക്ടറി സബ്മിഷൻ വഴി കിട്ടുന്ന ലിങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റ് നമ്മൾ എങ്ങനെയാണ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിനകത്ത് തന്നെ ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റ്സ് എന്ന് നമുക്ക് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ആർട്ടിക്കിൾസ് സബ്മിഷൻ ചെയ്യാൻ പറ്റുന്ന സൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഡയറക്ടറി സബ്മിഷനും ആർട്ടിക്കിൾ സബ്മിഷനും അനുവദിക്കുന്ന സൈറ്റുകളും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റിന് വേണ്ടി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഇതുപോലുള്ള ആർട്ടിക്കിളിനകത്ത് ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകളുടെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാകും. sites.google.com, ഗൂഗിളിനകത്ത് തന്നെ sites.google.com എന്നുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് ആർട്ടിക്കിൾ സബ്മിഷൻ ചെയ്യാൻ പറ്റും. ലിങ്ക്ഡിൻ ഞാൻ ആൾറെഡി പറഞ്ഞാണ്. ലിങ്ക്ഡിനകത്ത് നമ്മൾ ആർട്ടിക്കിൾ സബ്മിഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക്ഡിനകത്ത് നമ്മൾ ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ നോർമലി അങ്ങനെയുള്ള ഒരു ആർട്ടിക്കിൾ നമ്മളെ വെബ്സൈറ്റിനകത്ത് വിസിബിൾ ആവുകയും, അല്ലെങ്കിൽ ലിങ്ക്ഡിനകത്ത് വിസിബിൾ ആവുകയും ലിങ്ക്ഡിനകത്തുള്ള ഒരു പൾസ് എന്നുള്ള ഏരിയക്കകത്ത് അത് പബ്ലിഷ് ആവുകയും ചെയ്യുമ്പോൾ അത് ക്രോളബിൾ ആയിരിക്കും. അതിനകത്തുനിന്ന് പോയിന്റ് ചെയ്യുന്ന ലിങ്ക് നമുക്ക് യൂസ്ഫുൾ ആവും. ഉദാഹരണത്തിന് നമുക്കൊരു ലിങ്ക് ആർട്ടിക്കിൾ സബ്മിഷൻ ലിങ്ക്ഡിനകത്ത് ചെയ്തേക്കുന്ന ഒരു ആർട്ടിക്കിൾ സബ്മിഷൻ്റെ സാമ്പിൾ കാണിച്ചു. ഇത് ലിങ്ക്ഡിനകത്ത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ജോമി, നമ്മളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെയൊക്കെ പ്രോജക്റ്റ് മാനേജർ ജോമി പബ്ലിഷ് ചെയ്തേക്കുന്ന ആർട്ടിക്കിളാണ്. ഫെബ്രുവരി 12-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഒരു മാസം മുമ്പാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ആണോ, ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ എഴുതി ഉണ്ടാക്കി അത് ലിങ്ക്ഡിനകത്ത് പബ്ലിഷ് ചെയ്യുമ്പോൾ ആ പബ്ലിഷ് ചെയ്യുന്ന ആർട്ടിക്കിളിനകത്ത് നമുക്ക് ലിങ്ക്സ് നമ്മളെ വെബ്സൈറ്റിലേക്ക് എടുക്കാൻ പറ്റും. ഈ ലിങ്കാണ് റെക്കമെൻഡേഷൻ ആയിട്ട്. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ പ്രത്യേകത, ഇത് ആൾറെഡി ഗൂഗിളിൽ ക്രോൾ ചെയ്തിട്ടുണ്ടാകും, ഗൂഗിൾ ഇൻഡെക്സ് ചെയ്യുന്നുണ്ടാകും. ആ രീതിയിലാണ് ഈ ആർട്ടിക്കിൾ തയ്യാറാക്കുക. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ചിലപ്പോൾ ഒരു 250-300-300-ലധികം വേർഡ്സ് ഒക്കെ ഉള്ള ഒരു ആർട്ടിക്കിൾ ആയിരിക്കും. പക്ഷെ നമ്മൾ ഏത് പേജിലേക്കാണോ ലിങ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ പേജിലേക്ക് ലിങ്ക് എടുക്കാൻ പാകത്തിലുള്ള
ഒരു ടോപ്പിക് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ നമ്മളെ വെബ്സൈറ്റിനകത്ത് കോളേജ് ERP സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു പേജ് ഉണ്ട്. ആ പേജിലേക്കാണ് ലിങ്ക് എടുത്തേക്കുന്നത്. ഇനി ഇതുപോലെ പബ്ലിഷ് ചെയ്യുന്ന ഈ ആർട്ടിക്കിളിന് വേറെ പ്രത്യേകതകളുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, linkedin.com-നകത്ത് പൾസ് എന്നുള്ള ഏരിയക്കകത്താണ് ഇത് ആർട്ടിക്കിളായിട്ട് ഇപ്പോൾ പബ്ലിഷ് ആവുക. ഈ പബ്ലിഷ് ആകുന്ന ആർട്ടിക്കിൾ നമുക്ക് ലിങ്ക്ഡിനകത്ത് തന്നെ ഷെയർ ചെയ്ത് ലിങ്ക്ഡിനകത്ത് ഉള്ള ആൾക്കാരുടെയൊക്കെ കുറച്ച് ലൈക്സും ഇൻട്രാക്ഷനും ഒക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടാകും. ഇങ്ങനെയുള്ള ആർട്ടിക്കിൾസ് നമ്മളെ വെബ്സൈറ്റിനകത്ത് അല്ലെങ്കിൽ ലിങ്ക്ഡിനകത്ത് പബ്ലിഷ് ചെയ്തേക്കുന്ന ഈ വക ആർട്ടിക്കിൾ പെട്ടെന്ന് പേജ് അതോറിറ്റി അച്ചീവ് ചെയ്യുന്ന തരത്തിലുള്ള ആർട്ടിക്കിളായിരിക്കും. ഇപ്പോൾ ഈ ആർട്ടിക്കിളിന് പേജ് അതോറിറ്റി ഇപ്പോൾ ഒന്നും ഉണ്ടാകത്തില്ല, പക്ഷേ ഒരു 2 മാസത്തിനുള്ളിൽ പേജ് അതോറിറ്റി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിന് പേജ് അതോറിറ്റി ആ പേജിന് പേജ് അതോറിറ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ആർട്ടിക്കിൾ ഇവിടെ പബ്ലിഷ് ചെയ്തേക്കുന്ന ഈ ആർട്ടിക്കിൾ അല്ലെങ്കിൽ നമ്മളൊന്ന് പേജ് അതോറിറ്റി ചെക്ക് ചെയ്യുകയാണെന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ സ്മോൾ SEO ടൂൾസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിനകത്താണ് പേജ് അതോറിറ്റി കണ്ടോ, അതിനകത്ത് പേജ് അതോറിറ്റി വന്നേക്കുന്നുണ്ടോ, ആൾറെഡി വന്നു കഴിഞ്ഞു. അതായത് ജസ്റ്റ് 1 മാസം മുമ്പ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിളാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് വർക്കൗട്ട് ആവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ലിങ്ക്ഡിനകത്ത് പബ്ലിഷ് ചെയ്യുന്ന ഈ ആർട്ടിക്കിൾ കണ്ടോ 55 പേജ് അതോറിറ്റി ആൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ലിങ്ക്ഡിൻ്റെ ഡൊമൈൻ അതോറിറ്റിയാണ് ആ ആർട്ടിക്കിളിന് കിട്ടുക. അപ്പോൾ 99 ഡൊമൈൻ 100-ൽ 99 ഡൊമൈൻ അതോറിറ്റി ഉള്ള വെബ്സൈറ്റിനകത്ത് നിന്ന് ക്രിയേറ്റ് ആയിരിക്കുന്ന ഒരു ആർട്ടിക്കിളിൽ അതിന് എത്ര പേജ് അതോറിറ്റി ഉണ്ട്? 55 പേജ് അതോറിറ്റി ഉണ്ട്. കണ്ടോ, തുടക്കത്തിൽ ഇതിന് 45 പേജ് അതോറിറ്റി ഒക്കെ പെട്ടെന്ന് കിട്ടും, കാരണം അതിൻ്റെ ഡൊമൈൻ അതോറിറ്റി വളരെ ഹൈ ആയതുകൊണ്ട്. അപ്പം നമ്മളിവിടെ ഇപ്പം ഈ ലിങ്ക്ഡിനകത്ത് ഈ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടിയിരിക്കുന്ന അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് 55 പേജ് അതോറിറ്റി ഉള്ള ഒരു പേജിൽ നിന്ന്, അല്ലെങ്കിൽ 99 ഡൊമൈൻ അതോറിറ്റി ഉള്ള ഒരു വെബ്സൈറ്റിനകത്തുള്ള ഒരു പേജിനകത്തു നിന്ന് നമ്മളെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് എടുത്തേക്കിനെയാണ് ഇവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ലിങ്ക്സ് നമുക്ക് ഒരുപാട് ഇക്വിറ്റി പാസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ആർട്ടിക്കിൾ ആണ് ജോമി ജോസഫിൻ്റെ ലിങ്ക്ഡിൻ അക്കൗണ്ടിനകത്ത് നിന്ന് പബ്ലിഷ് ചെയ്തേക്കുന്നത്. 2024 ഫെബ്രുവരി 12-നാണ് ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ആർട്ടിക്കിളിനകത്ത് നിന്ന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഈ ലിങ്ക് ഒരു റെക്കമെൻഡേഷൻ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ലിങ്ക് ആയിട്ട് ഗൂഗിൾ കണക്കാക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് പാസ് ചെയ്ത് കിട്ടുന്ന ഇക്വിറ്റി ഉപയോഗിച്ച് നമ്മളെ വെബ്സൈറ്റിന്റെ റാങ്കിങ് നല്ല രീതിയിൽ മെച്ചപ്പെടും. ഇതാണ് ഇതിനകത്തുള്ള സംഗതി. സണ്ണിക്ക് മനസ്സിലായോ? സണ്ണി? സാർ മനസ്സിലായി സാർ. അപ്പൊ നമ്മൾ ഇതുപോലെ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണോ പബ്ലിഷ് ചെയ്യുന്നത് ആ പബ്ലിഷ് ചെയ്യുന്ന വെബ്സൈറ്റിന്റെ ഡൊമൈൻ അതോറിറ്റി അനുസരിച്ച് പെട്ടെന്ന് നമുക്ക് പേജ് അതോറിറ്റി വരാൻ ചാൻസ് ഉണ്ട്. ഇനി കമ്പാരിറ്റീവ്ലി ആർട്ടിക്കിൾ സബ്മിഷൻ ചെയ്യുന്ന നല്ല സൈറ്റുകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ആർട്ടിക്കിൾ സബ്മിഷൻ നടക്കാറുള്ള വെബ്സൈറ്റുകളുടെയൊക്കെ ഡൊമൈൻ അതോറിറ്റിയും അതിൻ്റെ ഇക്വിറ്റിയും ഒക്കെ വളരെ ഹൈ ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ സബ്മിഷൻ ചെയ്യുന്ന ഒരു സൈറ്റ് എടുക്കാം, example.com എന്നുള്ള ആർട്ടിക്കിൾ സബ്മിഷൻ ചെയ്യുന്ന ഒരു സൈറ്റ് എടുക്കാം. അതിനകത്ത് ഡെയിലി ഒരുപാട് ആർട്ടിക്കിൾസ് ആൾക്കാർ പബ്ലിഷ് ചെയ്യാറുണ്ടാകും. ഈ പബ്ലിഷ് ചെയ്യുന്ന ഓരോ ആർട്ടിക്കിളും കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള പേജുകളായിരിക്കും. കാരണം മിക്ക ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകളിലും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ അപ്രൂവ് ആകണമെങ്കിൽ അതിനൊരു നിശ്ചിത എമൗണ്ട് കണ്ടന്റും നിശ്ചിത എമൗണ്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അപ്രൂവ് ആകത്തുള്ളൂ. ഇനി വേറൊരു വശം പറയുകയാണെന്നുണ്ടെങ്കിൽ, ചില ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റിനകത്ത് നമ്മൾ ആർട്ടിക്കിൾ സബ്മിഷൻ ചെയ്യാനായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആർട്ടിക്കിൾ സബ്മിഷൻ നടത്തിയാൽ മാത്രമേ നമ്മളുടെ രജിസ്ട്രേഷൻ വരെ അവിടെ നടക്കത്തുള്ളൂ. റിപ്പീറ്റ് ചെയ്യാം, ചില ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകളിൽ നമ്മൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ആ രജിസ്റ്ററിനൊപ്പം തന്നെ ഒരു ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും. അവിടെ ഒരുമാതിരിപ്പെട്ട എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ പോലും നടക്കത്തില്ല, റിജക്റ്റ് ചെയ്യും. നമ്മൾ അതിനകത്തുള്ള മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അതിനകത്തൊരു രജിസ്ട്രേഷൻ പോലും റിജക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഏത് രീതിയിലാണ് നിങ്ങൾ നിലപാടുകൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിവിൻ്റെ പരമാവധി നിങ്ങളൊരു വെബ്സൈറ്റിനകത്ത്, ഒരു ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനുകളിൽ ഏതെങ്കിലും CPC കോസ്റ്റ് കൂടിയ എന്തെങ്കിലും ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അത് പറഞ്ഞുതരാം, മനസ്സിലായി കാണത്തില്ല. ഉദാഹരണത്തിന് ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകളുടെ റവന്യൂ എന്ന് പറയുന്നത് അതിനകത്ത് കാണിക്കുന്ന ആഡുകൾ വഴി കിട്ടുന്ന റവന്യൂ ആണ് മെയിനായിട്ട്. പിന്നെ ചില പെയ്ഡ് ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകളിൽ നമ്മൾ ആർട്ടിക്കിൾ സബ്മിഷൻ ചെയ്യുന്നതിന് പേയ്മെൻറ്റ് അതിനകത്ത് കൊടുക്കുന്ന രീതിയുണ്ട്, അതുവഴി അവർക്ക് റവന്യൂ കിട്ടാം. എന്നാൽ ഒട്ടുമിക്കവാറും ഹിറ്റായിട്ടുള്ള ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകളുടെ റവന്യൂ എന്ന് പറയുന്നത് അതിനകത്ത് കാണിക്കുന്ന ആഡുകളിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ആണ്. ഗൂഗിൾ ആഡ്സ് പോലെയുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ അതിനകത്ത് കാണിക്കുന്നത് വഴി കിട്ടുന്ന റവന്യൂ ആണ് അവരുടെ മെയിൻ ഇൻകം. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണഗതിയിലുള്ള ഒരു ആർട്ടിക്കിൾ നമ്മൾ തയ്യാറാക്കി എന്നിട്ട് അതിനെ സബ്മിറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ, ഇപ്പോൾ ഞാനൊരു ആർട്ടിക്കിൾ സബ്മിഷൻ ചെയ്യാനായിട്ട് ഒരു വെബ്സൈറ്റിനകത്ത് പോയി രജിസ്റ്റർ ചെയ്യുകയാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് കൊടുക്കേണ്ടി വരും? മിക്ക ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകളിലും നമ്മളൊരു സാമ്പിൾ ആർട്ടിക്കിൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന സാമ്പിൾ ആർട്ടിക്കിൾ വലിയ CPC കോസ്റ്റ് ഇല്ലാത്ത
ഒരു ടോപ്പിക്കിലുള്ള ആണെന്ന് വെച്ചോ. ഉദാഹരണത്തിന് എന്റർടൈൻമെന്റ് കാറ്റഗറി അല്ല സിനിമ റിവ്യൂ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വലിയ കോസ്റ്റ് ഇല്ലാത്ത അതായത് ഒരുപാട് CPC കോസ്റ്റ് ഇല്ലാത്ത പരസ്യം കാണിക്കത്തക്ക രീതിയിലുള്ള ആഡുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടോപ്പിക്കുകളാണെന്നുണ്ടെങ്കിൽ അത് അപ്രൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്രൂവൽ കിട്ടാൻ സാധ്യതയില്ല. ഉദാഹരണത്തിന് ഞാനിപ്പം ആർട്ടിക്കിൾ സബ്മിഷൻ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? ഒരു ആർട്ടിക്കിൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. അവിടെ ഒട്ടും CPC കോസ്റ്റ് ഇല്ലാത്ത, CPC കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗൂഗിൾ ആഡ്സെൻസിനകത്ത് നമ്മളെ ആഡിനകത്ത് ആഡിന് കൊടുക്കുന്ന അല്ലെങ്കിൽ അഡ്വർടൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കൊടുക്കുന്ന കോസ്റ്റ് പെർ ക്ലിക്ക് വാല്യൂ, CPC, നമ്മൾ തുടക്കത്തിലുള്ള ക്ലാസ്സുകളിലെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ CPC കോസ്റ്റ് കുറഞ്ഞ ഒരു കണ്ടന്റാണ്, ടോപ്പിക്കാണ് നമ്മൾ ഇടുന്നതെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു റെസിപ്പി ബ്ലോഗാണ് അതിനകത്ത്, അല്ലെങ്കിൽ റെസിപ്പി കണ്ടന്റ് ആർട്ടിക്കിളാണ് നമ്മൾ അതിനകത്ത് സബ്മിറ്റ് ചെയ്യുന്നത്, അപ്രൂവൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇനി അല്ലെങ്കിൽ ഒരു ടൂറിസമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ CPC കോസ്റ്റ് കുറഞ്ഞ എന്തെങ്കിലും എന്റർടൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയുടെ റിവ്യൂ അങ്ങനെ, അല്ലെങ്കിൽ ഒരു സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള സംഗതിയോ എന്റർടൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ആർട്ടിക്കിളായിട്ട് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു 85% നമ്മൾ ആർട്ടിക്കിൾ റിജക്ട് ചെയ്ത് നമ്മുടെ രജിസ്ട്രേഷൻ അവിടെ നടക്കാതിരിക്കാനാണ് ചാൻസ്. അപ്പോൾ അവരവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തിട്ടില്ല, കാരണം നിങ്ങളുടെ ടോപ്പിക്ക് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല എന്നുള്ളതായിരിക്കും മിക്കവാറും അവർ പറയുന്ന റീസൺ. അപ്പോൾ അതിന് ക്വാളിറ്റി ഇല്ലെന്നോ ആ ആർട്ടിക്കിൾ തൽക്കാലം സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ലെന്നോ ഒക്കെ ആയിരിക്കും അവർ പറയുക. അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നമ്മൾ കഴിവിൻ്റെ പരമാവധി ആർട്ടിക്കിൾ സബ്മിഷൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും CPC കോസ്റ്റ് കൂടിയ ടോപ്പിക്കുകളിൽ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. CPC കോസ്റ്റ് കൂടിയ ടോപ്പിക് എന്ന് പറയുമ്പോൾ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ, ഇൻഷുറൻസ്, ബാങ്ക്റപ്സി, ലീഗൽ സർവീസസ്, അങ്ങനെയുള്ള ടോപ്പിക്കുകൾ, ക്രിപ്റ്റോ കറൻസി, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളിലുള്ള ഒരു ആർട്ടിക്കിൾ എഴുതി ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം ഇങ്ങനെയുള്ള ഒരു ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ സബ്മിഷൻ വെബ്സൈറ്റിനകത്ത് നമ്മളുടെ സബ്മിഷൻ പെട്ടെന്ന് അപ്രൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. കാരണം എന്തായിരിക്കും നിജ പറഞ്ഞു നോക്കിയേ? മനസ്സിലായെങ്കിൽ പറയാൻ പറ്റും, മനസ്സിലായെങ്കിൽ പറയാൻ പറ്റില്ല. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, ഈ അടുത്ത സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ആ പർട്ടിക്കുലർ ടോപ്പിക്കുകൾ, CPC കോസ്റ്റ് കൂടിയ ടോപ്പിക്കുകളിലുള്ള ആർട്ടിക്കിളാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും 99% അവർ അത് അപ്രൂവ് ചെയ്യാനാണ് സാധ്യത. എന്തുകൊണ്ടായിരിക്കും? കൂടുതലാകാനല്ലേ സാർ? അവരുടെ CPC കോസ്റ്റ്, ആ ടോപ്പിക്കുകളുടെ CPC കോസ്റ്റ് കൂടുതലാണെങ്കിൽ ആ ആർട്ടിക്കിൾ കാണിക്കുന്ന സമയത്ത് അതിന്റെ അടുത്തൊക്കെ കാണിക്കുന്ന പരസ്യങ്ങൾ കൂടുതൽ CPC കോസ്റ്റ് ഉള്ള പരസ്യങ്ങളായിരിക്കും. അപ്പൊ എന്ത് കിട്ടും? അവർക്ക് കൂടുതൽ റവന്യൂ കിട്ടും. അത് ക്ലിയർ ആയിട്ട് ക്ലാസ് റെക്കോർഡ് അല്ലേ? അഞ്ജന കയറിയിട്ടില്ലാണോ? അഞ്ജന കയറിയിട്ടില്ല അല്ലേ? ഓക്കെ, റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ വേറൊരു ലാപ്ടോപ്പിനകത്താണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തത്. കാരണം സെയിം ടൈമിൽ മിഥുൻ വന്നിട്ടുണ്ടായിരുന്നു. മിഥുൻ സോഷ്യൽ മീഡിയയുടെ ഒരു പെയ്ഡ് ക്യാമ്പയിൻ ഇന്നലെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ലാപ്പിലാണ് ചെയ്തത്. സെയിം ടൈമിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തത് വേറെ ലാപ്ടോപ്പിലാണ്. പക്ഷെ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത എൻ്റെ വീഡിയോ ആ ലാപ്പിലായിപ്പോയി. ഞാനത് അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് അയക്കാം കേട്ടോ. ഇന്നലത്തെ റെക്കോർഡ് ആയിട്ടുണ്ടാവും, പക്ഷെ ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും. കാരണം മൈക്കിന് എന്തൊക്കെ പ്രശ്നം ഇന്നലെ ഉണ്ടായിരുന്നു. മറ്റേ ലാപ്ടോപ്പ് ആയതുകൊണ്ട് അതിനകത്ത് എൻ്റെ AI മൈക്ക് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഒന്നും അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതാണ് ആദ്യം നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ട് സംസാരിച്ചപ്പോഴൊക്കെ ക്ലിയർ ആയിട്ടില്ല. പിന്നെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ക്ലാസ്സിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് സൗണ്ട് പോയി കാണും. സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് ക്ലാരിറ്റി കുറവ് വന്നിട്ടുണ്ടാവും. അത് വീഡിയോ കാണുമ്പോഴും അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ സാധാരണ റെക്കോർഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലാരിറ്റി അവിടെ കിട്ടാൻ ചാൻസ് ഇല്ല. എന്തായാലും ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, വീഡിയോ റെക്കോർഡും ആയിട്ടുണ്ട്. വേറെ ലാപ്ടോപ്പിനകത്ത് ആയിപ്പോയി. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് അയക്കാം. ഇന്നത്തെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അഞ്ജനക്ക് കയറിയിട്ടില്ലേ? ഓക്കെ. അഞ്ജനയ്ക്ക് ഇപ്പൊ വർക്ക് ഉണ്ടോ? വർക്കല്ല സാർ, അവളുടെ അപ്പന് ഇന്ന് ഡിസ്ചാർജ് ആണ്. സോ ഹോസ്പിറ്റലിലാണത്, ഇന്ന് ഡിസ്ചാർജ് ചെയ്യാനാണ്. കുഴപ്പമില്ല, ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. റെക്കോർഡ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്തിട്ട് ലിങ്ക് അയക്കാം, കുഴപ്പമില്ല. ഓക്കെ, നമ്മളിപ്പോ ചർച്ച ചെയ്ത കാര്യം സണ്ണിക്ക് മനസ്സിലായോ? സണ്ണിക്ക് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഏതെങ്കിലും ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്താണ് എന്നാൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ രജിസ്ട്രേഷൻ അപ്രൂവ് ആകുന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കോസ്റ്റ് കൂടിയ CPC കോസ്റ്റ് കൂടിയ ടോപ്പിക്കിലുള്ള ആർട്ടിക്കിൾസ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇൻഷുറൻസ്, ക്രിപ്റ്റോ കറൻസി, ബാങ്ക്റപ്സി, ഫോർക്ലോഷർ, പിന്നെന്താ അതുപോലെയുള്ള ടോപ്പിക്കുകൾ, ലീഗൽ സർവീസസ്, ഇൻഷുറൻസ്, പിന്നെന്താ റിയൽ എസ്റ്റേറ്റ്, ആ ടോപ്പിക്കുകളിലൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അങ്ങനെയുള്ള ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്ത് പബ്ലിഷ് ആകുമ്പോൾ അതിൻ്റെ അടുത്ത് കാണിക്കുന്ന പരസ്യങ്ങളൊക്കെ കോസ്റ്റ് കൂടിയ പരസ്യങ്ങളാകാനാണ് ചാൻസ്.
എന്നാൽ നമ്മളൊരു വെറുതെ ഒരു എന്റർടൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് എഴുതിയത്, അല്ലെങ്കിൽ ഒരു ടൂറിസമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഒരു ആർട്ടിക്കിളാണ് നമ്മൾ തയ്യാറാക്കിയതെങ്കിൽ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവരത് അപ്രൂവ് ചെയ്യാതെ റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം അങ്ങനെയുള്ള ആർട്ടിക്കിളുകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിനകത്ത് കാണിക്കുന്ന പരസ്യങ്ങൾക്ക് CPC കോസ്റ്റ് തീരെ കുറവാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളിനകത്ത് ഒരു 1000 വിസിറ്റ് കിട്ടുമ്പോൾ കോസ്റ്റ് കുറഞ്ഞ ടോപ്പിക്കുകളാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് ഒരു 100 രൂപ പോലും അവർക്ക് 1000 വിസിറ്റ് കിട്ടുമ്പോൾ ഒരു 100 രൂപ പോലും അവർക്ക് തികച്ച് കിട്ടണമെന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു $10 പോലും, അല്ലെങ്കിൽ ഒരു $5 പോലും, അല്ലെങ്കിൽ $2 പോലും കിട്ടണമെന്നുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് വിസിറ്റ് കിട്ടിയാൽ ചിലപ്പോൾ ഒരു $4-5 കിട്ടത്തുള്ളൂ. കാരണം അതിനകത്ത് കാണിക്കുന്ന പരസ്യങ്ങളൊക്കെ കോസ്റ്റ് കുറഞ്ഞ ടോപ്പിക്കിലുള്ള പരസ്യങ്ങൾ ആകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ഏതെങ്കിലും കോസ്റ്റ് കൂടിയ CPC കോസ്റ്റ് കൂടിയ ആർട്ടിക്കിൾ ആകുമ്പോൾ ആ ആർട്ടിക്കിളിന് അല്ലെങ്കിൽ ആ ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്രൂവ് ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം അങ്ങനെയുള്ള ടോപ്പിക്കുകൾ പ്രത്യേകിച്ച് ഏതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ക്രിപ്റ്റോ കറൻസി, ബാങ്ക്രപ്സി, ഫോർക്ലോഷർ, പിന്നെ അറ്റോർണീസ്, അങ്ങനെയുള്ള ചില കീവേഡുകൾക്കൊക്കെ ഹൈ CPC കോസ്റ്റ് ആണ്. ചില കീവേഡുകൾക്ക് ഭയങ്കര പേഴ്സണൽ ഇഞ്ചുറി ലോയർ ഭയങ്കര CPC കോസ്റ്റ് കൂടിയ ഒരു കീവേഡാണ്. പേഴ്സണൽ ഓട്ടോ ആക്സിഡന്റ് ലോയർ ഹഡ്സൺ, ഞാൻ എൻ്റെ റിസർച്ചിനകത്ത് ഏറ്റവും കൂടുതൽ CPC കോസ്റ്റ് വരുന്ന കീവേഡുകളായിട്ട് കണ്ടെത്തിയിരിക്കുന്ന കുറേ കീവേഡുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓട്ടോ ആക്സിഡന്റ് ലോയർ ഹഡ്സൺ എന്ന് പറഞ്ഞൊരു കീവേഡിന് $400 CPC കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്കിനകത്ത് നമുക്ക് ഒരു പരസ്യം ഗൂഗിളിനകത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വിസിറ്റ് കിട്ടുന്നതിലേക്ക് നമുക്ക് $400 സ്പെൻഡ് ചെയ്യണം. $400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30-35,000 രൂപയെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അതായത് ഒരു ക്ലിക്കിന് 35,000 രൂപ വരെ സ്പെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള പരസ്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള പരസ്യങ്ങൾ കാണിക്കാൻ തക്കവണ്ണത്തിനുള്ള ടോപ്പിക്കാണ് നമ്മൾ എഴുതി സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്രൂവൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ ആ ആർട്ടിക്കിളിന് ഒരു 1000 വിസിറ്റ് കിട്ടുമ്പോൾ അവിടെ ജനറേറ്റ് ചെയ്യുന്ന 4-5 ക്ലിക്ക് വഴി ചിലപ്പോൾ അവർക്ക് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു $40, $50, ചിലപ്പോൾ $100 ഒക്കെ 2-3 ക്ലിക്ക് കിട്ടുമ്പോൾ തന്നെ ആ ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റിൻ്റെ വെബ്സൈറ്റിനകത്ത് കിട്ടാൻ ചാൻസ് കൂടുതൽ, റവന്യൂ കൂടുതലാകാൻ ചാൻസ് കൂടുതലാണ്. റവന്യൂ കൂടുതൽ കിട്ടാൻ, കൂടുതൽ റവന്യൂ ത്രഷോൾഡിനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴെങ്കിലും ഒരു ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്താണ് രജിസ്ട്രേഷൻ അപ്രൂവൽ ആകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ CPC കോസ്റ്റ് കൂടിയ ടോപ്പിക്കുകളായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബാങ്ക്രപ്സി, ലീഗൽ സർവീസസ്, ഇൻഷുറൻസ് റിലേറ്റഡ് ആകാം, റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആകാം, പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞ ഫോർക്ലോഷർ, പിന്നെ ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ഉള്ള കണ്ടന്റ് ഒക്കെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നല്ല രീതിയിൽ ക്രിപ്റ്റോ കറൻസിയെ പറ്റിയോ അതിൻ്റെ പ്രത്യേകതകളെ പറ്റിയോ ഒക്കെ, ബിറ്റ് കോയിൻ അങ്ങനെയൊക്കെയുള്ള സംഗതികളെ പറ്റി റിസർച്ച് നടത്തിയിട്ട് അതിനെപ്പറ്റി ഒരു നല്ല ആർട്ടിക്കിൾ തയ്യാറാക്കുക. ക്രിപ്റ്റോ കറൻസിയുടെ വല്ല പ്രത്യേകതകളെ പറ്റിയോ എന്തെങ്കിലും ആർട്ടിക്കിൾ തയ്യാറാക്കിയിട്ട് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത മുറയ്ക്ക് തന്നെ അത് അപ്രൂവ് ആവുകയും അതിനുശേഷം നമുക്ക് ഏത് ആർട്ടിക്കിൾ വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യാം. പിന്നീട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ വേണ്ടി, ഉദാഹരണത്തിന് ഇപ്പം സണ്ണിക്ക് ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിലേക്ക് ഒരു ലിങ്ക് ആഡ് ചെയ്യണം, ഒരു റെസിപ്പി വെബ്സൈറ്റിലേക്ക് ഒരു ലിങ്ക് എടുക്കണം ആർട്ടിക്കിളിനകത്ത്. അപ്പോൾ അവിടെ റെസിപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ രജിസ്ട്രേഷൻ പോലും അപ്രൂവ് ചെയ്ത് തരത്തില്ല. എന്നാൽ ഒരു ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ തയ്യാറാക്കി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം സണ്ണിക്ക് എന്ത് ചെയ്യാം, റെസിപ്പി ബ്ലോഗിലേക്ക് ലിങ്ക് എടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്ത് അവിടെ നിന്ന് ലിങ്ക് എടുക്കാം. അതാണ് അതിനകത്തുള്ള ഏറ്റവും നല്ല നടപടി. ചില കേസുകളിൽ ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ആർട്ടിക്കിൾ സബ്മിഷൻ ചെയ്ത് ഒരുപാട് ആർട്ടിക്കിൾസ് സബ്മിറ്റ് ചെയ്ത് അവരുടെ രജിസ്ട്രേഷൻ പോലും കംപ്ലീറ്റ് ആകാതിരിക്കുന്ന സിറ്റുവേഷൻ. കാരണം അവിടെ അപ്രൂവൽ കിട്ടാനുള്ള സാധ്യത കോസ്റ്റ് കുറഞ്ഞ CPC കോസ്റ്റ് കുറഞ്ഞ കണ്ടന്റാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ഒരിക്കലും സാധ്യത ഉണ്ടാവില്ല, അവർ അപ്രൂവ് ചെയ്തില്ല, റിജക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ ടോപ്പിക്ക് മാറ്റി അവർക്ക് കൂടുതൽ റവന്യൂ കിട്ടുന്ന തരത്തിലുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ എഴുതി സബ്മിറ്റ് ചെയ്ത് നോക്കി ആ നിമിഷം തന്നെ അപ്രൂവൽ കിട്ടുകയും നമുക്ക് പിന്നെ ഇടുന്ന സബ്മിഷനിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ആർട്ടിക്കിൾ ആക്കാം. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മിക്ക വെബ്സൈറ്റുകളിലും പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകൾക്ക് വേണ്ടി ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ആർട്ടിക്കിൾ സബ്മിഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സൈറ്റുകൾ കിട്ടും. GT ഹബ്ബ്, tumblr.com നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഈസീൻ ആർട്ടിക്കിൾ, ഇതൊക്കെ വലിയ വലിയ ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകളാണ്. ഇതിലെല്ലാ ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകളും ഇപ്പോൾ വർക്കിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെയുള്ള ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകളെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡൊമൈൻ അതോറിറ്റി ഉണ്ട് 92, പേജ് അതോറിറ്റി ഉണ്ട് 68, ആ രീതിയിലൊക്കെയാണ് കിടക്കുക. അപ്പം ഇതുപോലെ ഒരുപാട് സൈറ്റുകളുണ്ട്, scudo.com. അപ്പോൾ ഇതിനകത്ത് ഉള്ള ഇതുപോലെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകൾ എടുക്കുക, ഹഫ് പേജസ്, ഇതൊക്കെ എടുത്തിട്ട് ഇതിന് livejournal.com, ഇതിനകത്തൊക്കെ നമുക്ക്
ആർട്ടിക്കിൾസ് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ലിങ്ക് എടുക്കുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആകും. ഇതാണ് ഇവിടെ നടക്കുക. അപ്പോൾ സബ്മിഷൻ ചെയ്യുന്നതിന് മുമ്പേ ഇനി നമ്മളുടെ ഒരു ആർട്ടിക്കിൾ സബ്മിഷൻ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ആയി നമ്മൾ ഇത് ഒരു വെബ്സൈറ്റിന്റെ റാങ്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ലിങ്ക്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ കുറച്ച് സ്റ്റഡി ആയിട്ട് ചെയ്യുന്നുണ്ട്. 2-3 ആർട്ടിക്കിൾ ഇപ്പം ക്ലയന്റ് തന്നെ പറയുന്നുണ്ട് ഒരു മാസത്തിൽ 2 ആർട്ടിക്കിൾ സബ്മിഷൻ എങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ 2-3 ആർട്ടിക്കിൾ സബ്മിഷൻ എങ്കിലും മിനിമം നിങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് നിർദ്ദേശം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാമെന്നായിരിക്കും അവർക്ക് പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിൽ എങ്ങനെ ഉള്ള ആർട്ടിക്കിൾസ് എഴുതി ഉണ്ടാക്കും, എങ്ങനെ ലിങ്ക് എടുക്കും എന്നുള്ള കുറച്ച് കൃത്യമായിട്ടുള്ള ഒരു തോട്ട് നമുക്ക് ഉണ്ടാകണം. നമ്മൾ കൊടുക്കുന്ന സർവീസിനെ പറ്റി ഒരു കണ്ടന്റ് ആയിട്ട് എഴുതി അവിടെ നിന്ന് ലിങ്ക് എടുക്കുന്നത് ഒരിക്കലും ആർട്ടിക്കിൾ തയ്യാറാക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യേണ്ട പരിപാടിയല്ല. ഉദാഹരണത്തിന് അപ്പം നിജോ ഇന്റീരിയർ ഡിസൈനിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരു ലിങ്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിജോ ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കണമെന്ന് വിചാരിച്ചു. nijo.com എന്നുള്ള ഇന്റീരിയർ ഡിസൈനിങ് കമ്പനിക്ക് വേണ്ടി ഒരു ലിങ്ക് എടുക്കാൻ വേണ്ടി നിജോ ശ്രമിക്കുമ്പോൾ നിജോ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റീരിയർ ഡിസൈനിങ് സർവീസുകളുടെ പ്രത്യേകതയോ അതിന്റെ ഗുണങ്ങളോ അത് നിങ്ങളുടെ ക്വാളിറ്റിയെ പറ്റിയോ നിങ്ങളുടെ പ്രൈസിങ് ഡീറ്റെയിൽസിനെ പറ്റിയോ ഒക്കെ ഒന്നും അല്ല ആർട്ടിക്കിളിനകത്ത് എഴുതി ഉണ്ടാക്കേണ്ടത്. ഒരു നല്ല ഇന്റീരിയർ ഡിസൈനിങ് കമ്പനി എങ്ങനെ സെലക്ട് ചെയ്യാം എന്നോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ ഇന്റീരിയർ ഡിസൈനിങ് അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കിലാണ് ലിങ്ക് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ എഴുതേണ്ടത്. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിങ്ങളിപ്പം നിജോയുടെ ഫോക്കസിങ് കീവേഡ് ഇന്റീരിയർ ഡിസൈനിങ് കമ്പനി തൃശ്ശൂർ എന്നുള്ളൊരു കീവേഡ് ആണെങ്കിൽ ആ കീവേഡിന് നമുക്ക് നമ്മളെ വെബ്സൈറ്റിലേക്ക് സർവീസ് പേജിലേക്കോ വെബ്സൈറ്റിലേക്കോ ലിങ്ക് എടുക്കാം ആർട്ടിക്കിളിനകത്തുനിന്ന് ആ പർട്ടിക്കുലർ കീവേഡിൽ. അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല ആർട്ടിക്കിൾ എഴുതേണ്ടത് എന്നുള്ളതാണ്. റിപ്പീറ്റ് ചെയ്യാം, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിക്കിൾ സബ്മിഷൻ നമ്മൾ നടത്തുമ്പോൾ എഴുതി ഉണ്ടാക്കുന്ന ആർട്ടിക്കിളിനകത്ത് നമ്മളുടെ സർവീസിനെ പറ്റിയോ അതിൻ്റെ പ്രത്യേകതകളെ പറ്റിയോ പൊലിപ്പിച്ച് പുകഴ്ത്തി പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മുടെ സർവീസിനെ പറ്റിയേ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ ചെയ്യേണ്ടത് നമ്മളെ സർവീസുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഒരു ടോപ്പിക് സെലക്ട് ചെയ്യണം. ആ ടോപ്പിക്ക് ഒരു ജനറൽ ടോപ്പിക് ആയിരിക്കുന്നതാണ് നല്ലത്. നേരത്തെ ഞാൻ പറഞ്ഞു ഇന്റീരിയർ ഡിസൈനിങ് കമ്പനി തൃശ്ശൂർ എന്നുള്ളൊരു കീവേഡിന് ലിങ്ക് എടുക്കാൻ വേണ്ടി nijo.comന്റെ വെബ്സൈറ്റിന്റെ പ്രൊമോഷന് വേണ്ടി നിജോ തയ്യാറാക്കുന്ന ആർട്ടിക്കിൾ ഒരിക്കലും നിജോ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റീരിയർ ഡിസൈനിങ് സർവീസുകളുടെ പ്രത്യേകതകളോ കോസ്റ്റിനെ പറ്റിയോ ഫീച്ചേഴ്സിനെ പറ്റിയോ ഒന്നും അല്ല പറയേണ്ടത്. അവിടെ ജനറൽ ആയിട്ട് ഓവറോൾ ആൾക്കാരെ കവർ ചെയ്യുന്ന, ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന, ആൾക്കാർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക് ഇതാണ്, ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ ഇന്റീരിയർ ഡിസൈനിങ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇത് തയ്യാറാക്കാൻ ആദ്യം ChatGPT പോലെയുള്ള ഏതെങ്കിലും ടൂൾ എടുക്കാം. ഇവിടെ പോയിട്ട് ഗിവ് മീ ആർട്ടിക്കിൾ topics connected to latest trends in interior designing ഇങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചു കൊടുക്കുമ്പം നമുക്ക് പലതരത്തിലുള്ള ആർട്ടിക്കിൾ ടോപ്പിക്കുകൾ ChatGPT സജസ്റ്റ് ചെയ്ത് തരും. കണ്ടോ, എക്സ്പ്ലോറിങ് സ്യൂട്ടബിൾ ഇന്റീരിയർ ഡിസൈൻ ട്രെൻഡ്സ് ഫോർ എക്കോ ഫ്രണ്ട്ലി ഹോംസ്. കണ്ടോ, എക്കോ ഫ്രണ്ട്ലി ഹോംസിന് വേണ്ടിയിട്ടുള്ള ഇന്റീരിയർ ഡിസൈനിങ് ട്രെൻഡ്സ് ഒരു ആർട്ടിക്കിൾ സജഷൻ വന്നിട്ടുണ്ട്. അടുത്ത ആർട്ടിക്കിൾ നോക്കി ഇന്നോവേറ്റീവ് യൂസ് ഓഫ് ടെക്നോളജി ഇൻ മോഡേൺ ഇന്റീരിയർ ഡിസൈൻ. കണ്ടോ, ഇതൊക്കെ നല്ല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി മോഡേൺ ഇന്റീരിയർ ഡിസൈനിങ്ങിന് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള ആർട്ടിക്കിളാണ്. ദി റൈസ് ഓഫ് ബയോഫിലിക് ഡിസൈൻ. അപ്പോൾ അതിലെന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകും. ഇൻകോർപ്പറേറ്റിംഗ് നാച്ചർ ഇൻ ടു ഇന്റീരിയർ സ്പേസസ് എന്നൊക്കെ പറഞ്ഞ നല്ല നല്ല ആർട്ടിക്കിൾ. അപ്പം ഇതിനകത്ത് നമുക്ക് നല്ലൊരു ആർട്ടിക്കിൾ സെലക്ട് ചെയ്യാം. വീണ്ടും ആ ആർട്ടിക്കിളിനെ പറ്റി തന്നെ നമുക്ക് റിസർച്ച് ചെയ്യാം. അത് തന്നെ വീണ്ടും ChatGPTക്കകത്ത് ഗിവ് മീ എ ഡീറ്റെയിൽഡ് ആർട്ടിക്കിൾ കണ്ടന്റ് അബൌട്ട് ദിസ് ടോപ്പിക് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം ഈ ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് വീണ്ടും ഗിവ് മീ an ആർട്ടിക്കിൾ കണ്ടന്റ് ഡിസ്ക്രിപ്ഷൻ. അവിടെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ give me a detailed എന്ന് നോക്കുക. give me a detailed article content description on എന്ത് കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ കൊടുത്ത ടോപ്പിക്കിനെ പറ്റിയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആർട്ടിക്കിൾ ChatGPT ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. സാധാരണഗതിയിൽ ആൾക്കാർ ഇതിനെ കോപ്പി അടിച്ച് ആർട്ടിക്കിളായിട്ട് എഴുതും. ഒരിക്കലും ചെയ്യരുത്. ഈ ആർട്ടിക്കിൾ വായിച്ചു നോക്കിയിട്ട് ഈ ആർട്ടിക്കിളിനകത്തുള്ള കണ്ടന്റ് അതിൻ്റെ ആ ഒരു അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്ന രീതിയിലുള്ള ഒരു ആർട്ടിക്കിൾ നമ്മൾ ഓൺ വേർഡ്സിൽ എഴുതി തയ്യാറാക്കുക. ഇതിൻ്റെ തന്നെ
ഒരു ഓൺ വേർഡ്സിലുള്ള വേർഷൻ. ഇതൊക്കെ കുറച്ചുകൂടെ നീളം കൂടിയ വേർഡുകളും കുറച്ചുകൂടെ കടുകട്ടിയായിട്ടുള്ള സെന്റൻസുകളും ഒക്കെ ആയിരിക്കും. ഇത് വായിച്ചു നോക്കുക. ഈ വായിച്ചു നോക്കിയിട്ട് ആ ടോപ്പിക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആർട്ടിക്കിൾ നമ്മൾ എഴുതി ഉണ്ടാക്കുക. പിന്നെ അതിൻ്റെ തെറ്റ് വിവരങ്ങളോ കാര്യങ്ങളൊക്കെ തിരുത്തി അതാരെങ്കിലും കൊണ്ടൊക്കെ വായിപ്പിച്ചതിന് ശേഷം ആ ആർട്ടിക്കിൾ നമ്മൾ പബ്ലിഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഒരു ആർട്ടിക്കിൾ സബ്മിഷന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു ആർട്ടിക്കിൾ ഒരിക്കലും നമ്മൾ കൊടുക്കുന്ന സർവീസ് കണ്ടോ ഇവിടെ ഈ ഒരു ഇന്റീരിയർ ഡിസൈനിങ് nijo.com പ്രൊവൈഡ് ചെയ്യുന്നെന്ന് പറഞ്ഞ ഒരു കാര്യം ഇതിനകത്ത് പറയുന്നില്ല. എന്നാൽ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നിടത്ത് അവസാനം നമുക്ക് എഴുതി ചേർക്കാം. നിങ്ങൾക്ക് ഒരു ഇന്റീരിയർ ഡിസൈനിങ് കമ്പനിയുടെ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ nijo.com നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. തൃശ്ശൂരുള്ള ബെസ്റ്റ് ഇന്റീരിയർ ഡിസൈനിങ് കമ്പനിയാണെന്നൊക്കെ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തിട്ട് ഇപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ് കമ്പനി തൃശ്ശൂർ അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ് തൃശ്ശൂർ എന്ന് പറഞ്ഞ കീവേഡ് സെലക്ട് ചെയ്തിട്ട് ആ കീവേഡിന് ലിങ്ക് ആഡ് ചെയ്തതിന് ശേഷം പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പം നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന കണ്ടന്റ് ഒരു ജനറൽ ടോപ്പിക്കും ആകും. അപ്പോൾ ജനറൽ ടോപ്പിക്കിനകത്ത് തന്നെ കണ്ടന്റ് ഇടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ ഇൻട്രാക്ഷൻസ് കിട്ടാം. ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ കൊടുത്ത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്ത കണ്ടന്റാണ് നമ്മൾ ആർട്ടിക്കിളായിട്ട് തയ്യാറാക്കുന്നതെങ്കിൽ ആ വാല്യൂവിന് തക്കതായിട്ടുള്ള ഇമേജസോ കാര്യങ്ങളോ ഒക്കെ ആഡ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്താണ് പബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ ആ ആർട്ടിക്കിൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ആർട്ടിക്കിളിനകത്ത് നല്ല ഇമേജ് ഒക്കെ കൊടുത്ത് ഒപ്റ്റിമൈസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ആ ആർട്ടിക്കിളിൽ വരുന്ന ആൾക്കാർക്ക് അത് വായിച്ചൊക്കെ നോക്കി അവർക്ക് എന്തെങ്കിലും ഗുണം, അവർക്ക് എന്തെങ്കിലും വാല്യൂ ഒക്കെ നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആർട്ടിക്കിൾ കുറച്ച് ലൈക്സോ ഇൻട്രാക്ഷനോ അച്ചീവ് ചെയ്യും. അങ്ങനെ ഒരു 4-5 ലൈക്ക് അച്ചീവ് ചെയ്താൽ തന്നെ ഒരു മാസമോ കഴിയുമ്പോൾ ഞാൻ നേരത്തെ കണ്ടില്ലേ ലിങ്ക്ഡിനകത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിളിന് 55 പേജ് അതോറിറ്റി ഒരു മാസം കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കണേ. അതുപോലെ ഒരു 50-55 പേജ് അതോറിറ്റി ഉള്ള ഒരു ആർട്ടിക്കിളായിട്ട് അത് മാറുന്നു. അന്നേരം എന്താ 55 പേജ് അതോറിറ്റി ഉള്ള ലിങ്കിനകത്തുള്ള ഒരു പോസ്റ്റിനകത്തു നിന്നാണ് നമുക്ക് വെബ്സൈറ്റിലേക്ക് ലിങ്ക് കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ ലിങ്ക് ആയിട്ട് മാറുകയും ചെയ്യുമ്പോൾ നമ്മളുടെ വെബ്സൈറ്റിന്റെ വെബ്സൈറ്റിന്റെ റാങ്കിങ് നല്ല രീതിയിൽ മെച്ചപ്പെടുന്നത് കാണാൻ പറ്റും. ഇനി നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന വെബ്സൈറ്റുകളുടെ അല്ലെങ്കിൽ നിങ്ങൾ ഓൺ പേജ് ചെയ്തേക്കുന്ന യോസ്റ്റ് പ്ലഗിൻ ഉപയോഗിച്ച് ഒപ്റ്റിമൈസ് ചെയ്തേക്കുന്ന ഏതെങ്കിലും പ്രോജക്റ്റുകളുടെയൊക്കെ കീവേഡ് ഗൂഗിളിൽ അടിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കീവേഡിൽ നല്ല കോമ്പറ്റീവ് ആയിട്ടുള്ള കീവേഡാണ്, അത് നല്ല രീതിയിൽ റാങ്ക് ഒന്നും ചെയ്ത് കിടപ്പില്ല. ഒരു 3-ാമത്തെ 4-ാമത്തെ പേജിലൊക്കെയാണ് കിടക്കുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അത് ട്വിറ്ററിൽ ലിങ്കിലൊക്കെ ഷെയർ ചെയ്ത് വേർഡ്പ്രസ്സിനകത്ത് ബുക്ക് മാർക്ക് ചെയ്ത് ടംബ്ലറിനകത്ത് ബുക്ക് മാർക്ക് ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തിട്ടും അത് 3-ാമത്തെ പേജിലേക്ക് വന്ന് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിന് കുറച്ചുകൂടെ വാല്യുബിൾ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ലിങ്ക് കിട്ടിയാലേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. അതിനെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് 2-ാമത്തെ പേജിലോട്ടോ 1-ാമത്തെ പേജിലോട്ടൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗ്ഗമാണ് ഇതുപോലെ ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കുക. ആ ടോപ്പിക്കിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വാല്യുബിൾ ആയിട്ടുള്ള വാല്യൂ ആഡ് ചെയ്ത ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കുക. ടോപ്പിക്കിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിൾ ആയിരിക്കണം. ഈ ആർട്ടിക്കിൾ നമ്മൾ എന്ത് ചെയ്യണം, ലിങ്കിനകത്ത് പോയി പബ്ലിഷ് ചെയ്യണം. ലിങ്കിനകത്ത് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാനായിട്ട് ലിങ്കിനകത്ത് ലോഗിൻ ചെയ്തിട്ട് അവിടെ പോസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്ന പോലെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക, അതിൻ്റെ ഹെഡിങ് കൊടുക്കുക, നമ്മൾ കൊടുക്കുന്ന ആർട്ടിക്കിളിനകത്ത് റിലവൻ്റ് ആയിട്ടുള്ള 2-3 ഇമേജ് കൊടുക്കുക, നമുക്ക് ലിങ്ക് എടുക്കേണ്ട കൃത്യമായിട്ടുള്ള കീവേഡ് തന്നെ ലിങ്ക് എടുക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പബ്ലിഷ് ചെയ്യുക. ആ ലിങ്ക്ഡിൻ ആർട്ടിക്കിളിനെ 2-3 ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ ട്വിറ്ററിലേക്ക് ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലിങ്ക്ഡിൻ പോസ്റ്റ് ഗൂഗിൾ ക്യാച്ച് ചെയ്യുകയും അത് നമുക്ക് ഉദ്ദേശിക്കുന്ന കീവേഡ് തന്നെ അത് റാങ്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. ഉദാഹരണത്തിന് നമ്മളിപ്പം കോളേജ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു കീവേഡിന് ആണ് ആ മറ്റേ ആർട്ടിക്കിളിനെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. ഏത് ആർട്ടിക്കിൾ? നമ്മൾ നേരത്തെ കണ്ട ലിങ്ക്ഡിൻ ആർട്ടിക്കിൾ. നിങ്ങൾ അത് ലിങ്ക്ഡിൻ ആർട്ടിക്കിൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, ഫസ്റ്റ് പേജിൽ 10-ാമത്തെ പോസ്റ്റിൽ ആ ആർട്ടിക്കിൾ കിടപ്പുണ്ട്. 1 month ago പബ്ലിഷ് ചെയ്തിരിക്കുന്ന 4 റിയാക്ഷൻസ് മാത്രം കിട്ടിക്കുന്ന ആർട്ടിക്കിൾ. ഇത് ഇങ്ങനെ കിടക്കുന്ന ഈ ആർട്ടിക്കിളിനകത്ത് നിന്ന് എങ്ങോട്ട് ലിങ്ക് ഉണ്ട്? നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കോളേജ് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്കാണ് ലിങ്ക് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മളെ പേജ് ബെറ്റർ ആയിട്ട് റാങ്കിങ്ങിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും നമ്മളെ പേജ് കിടപ്പുണ്ടാവും. ഇത് കിടക്കണം സോഫ്റ്റ്. കണ്ടോ, കോളേജ് മാനേജ്മെന്റ് സിസ്റ്റം എന്നൊരു കീവേഡിന് നമ്മുടെ പേജ് നമ്മളെ ഒരു വെബ്സൈറ്റിനകത്തുള്ള പേജ് 2-ാമത്തെ പേജിനകത്ത് ഗൂഗിളിനകത്ത് കിടപ്പുണ്ട്. അത് നല്ലൊരു കീവേഡാണ്. അപ്പോൾ ഇതുപോലുള്ള കീവേഡുകൾ നമ്മൾ വെബ്സൈറ്റിനെ പെട്ടെന്ന് റാങ്കിങ്ങിലേക്ക് കൊണ്ടുവരാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ആർട്ടിക്കിൾ സബ്മിഷൻ. അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ലിങ്ക്ഡിൻ പോലെയുള്ള ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകളാകുമ്പോൾ ലിങ്ക്ഡിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, പൾസ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാം. പക്ഷേ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന ആർട്ടിക്കിൾ നമ്മളുടെ ടോപ്പിക്കിന് അല്ലെങ്കിൽ നമ്മളെ കോളേജ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകതയോ അതിനകത്ത് ഇന്ന സാധനങ്ങൾ ഉണ്ടാകും, ഇത്ര രൂപയാകും എന്നുള്ള രീതിയിലല്ല നമ്മൾ എഴുതേണ്ടത്. ആർട്ടിക്കിൾ സബ്മിഷൻ തയ്യാറാക്കുന്ന കണ്ടന്റ് നമ്മളെ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ജനറൽ കണ്ടന്റ് ആയിരിക്കണം, ജനറൽ ടോപ്പിക് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ടൂർ ഓപ്പറേറ്ററിന് വേണ്ടി ഒരു ആർട്ടിക്കിൾ സബ്മിഷൻ തയ്യാറാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ടൂർ പാക്കേജസ് കൊടുക്കുന്ന ഒരു വെബ്സൈറ്റിലേക്ക് അതിൻ്റെ ഒരു പേജിലേക്ക് ലിങ്ക് ആഡ് ചെയ്യാനായിട്ട് ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കുമ്പോൾ
ഒരിക്കലും ആ ടൂർ കമ്പനി അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി കൊടുക്കുന്ന എന്താ ടൂർ പാക്കേജിന്റെ പ്രത്യേകതകളെ പറ്റിയോ ആ ആ കണ്ടന്റിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ടൂർ പാക്കേജിനകത്ത് എന്തൊക്കെ കൊടുക്കും, വെൽക്കം ഡ്രിങ്ക്സ് കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. കേരള ടൂർ പാക്കേജുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ടോപ്പിക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ കേരളത്തിലേക്ക് വിസിറ്റ് ചെയ്യുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ട്രാവൽ ബാഗ് പാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബെസ്റ്റ് സീസൺ ടു വിസിറ്റ് കേരള, അല്ലെങ്കിൽ ബെസ്റ്റ് ടോപ്പ് ടൂറിസ്റ്റ് സ്പോട്ട്സ് ഇൻ കേരള എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റാണ് നമ്മൾ ജനറൽ കണ്ടന്റാണ് തയ്യാറാക്കേണ്ടത്. അത് ജനറലായിട്ട് എല്ലാ ആൾക്കാരെയും അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുകയും തക്കതായിട്ടുള്ള ഇമേജുകളും കണ്ടന്റും വാല്യൂ ആഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ആർട്ടിക്കിളിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ആർട്ടിക്കിൾ സബ്മിഷൻ ചെയ്യുന്ന സൈറ്റുകളിൽ പോയി സബ്മിറ്റ് ചെയ്യാം. അവിടെ നിന്ന് നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള കീവേഡ്, നമുക്ക് അവിടെ റിലവൻ്റ് ആയിട്ടുള്ള കീവേഡ് ഏതാണ്? കേരള ടൂർ പാക്കേജസ്. അപ്പോൾ ആ കീവേഡ് കൊടുക്കുന്ന രീതിയിൽ ഒരു സെന്റൻസ് കൺക്ലൂഡ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എഴുതി ഉണ്ടാക്കിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ലിങ്ക് എടുക്കുക. അല്ലാതെ നമ്മൾ ടൂർ പാക്കേജ് കൊടുക്കുന്ന കമ്പനിയാണെന്നൊക്കെ പറഞ്ഞ് ആർട്ടിക്കിൾ എഴുതേണ്ട ആവശ്യം ഇല്ല. അങ്ങനെയുള്ള ആർട്ടിക്കിൾ ഒരിക്കലും നമുക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള ഇൻട്രാക്ഷൻ ഒന്നും അച്ചീവ് ചെയ്യത്തില്ല. അപ്പോൾ അത് പർപ്പസ്ഫുള്ളി ലിങ്ക് എടുക്കാൻ വേണ്ടി ചെയ്യുന്ന രീതിയായിട്ട് മാറും. എന്നാൽ വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ്സ് എപ്പോഴും നമ്മൾ ഈ ഇതുപോലെ തയ്യാറാക്കുന്ന ആർട്ടിക്കിളുകളിലും ഇതുപോലെ കണ്ടന്റ്സ് ഒക്കെ തയ്യാറാക്കി എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും വാല്യൂവോ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും കോട്ടുകളോ മഹനീയ വ്യക്തികളോ മഹത് വ്യക്തികളോ ഒക്കെ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കോട്ടോ കാര്യങ്ങളോ, അപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് പറ്റിയ ഒരു കോട്ടോ കാര്യങ്ങളോ ഒക്കെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നല്ല ഇമേജസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് അട്രാക്റ്റീവ് ആക്കുക, ഇംപ്രസീവ് ആക്കുക, ഒപ്പം തന്നെ അതിനകത്ത് വാല്യൂ ഇഞ്ചെക്ട് ചെയ്യാം. നല്ല വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണെങ്കിൽ ആൾക്കാരുടെ സപ്പോർട്ട് ആ ആർട്ടിക്കിളുകൾക്ക് കിട്ടുന്നത് വഴി പെട്ടെന്ന് അതിന് പേജ് അതോറിറ്റിയും ആ കിട്ടുന്ന പേജ് അതോറിറ്റി വഴി നമ്മുടെ വെബ്സൈറ്റ് നല്ല റാങ്കിങ്ങിലോട്ട് വരാനുള്ള സാധ്യതയും കൂടും. ഇത്രയാണ് ആർട്ടിക്കിൾ സബ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ സണ്ണി? ആ സാർ. ഓക്കെ, അപ്പം നമ്മൾ ആർട്ടിക്കിൾ സബ്മിഷനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലിങ്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന ഓഫ് പേജിനകത്ത് വരുന്ന ആക്ടിവിറ്റിയാണ് ആർട്ടിക്കിൾ സബ്മിഷൻ. അതിനു മുമ്പേ നമ്മൾ ഡയറക്ടറി സബ്മിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ സബ്മിഷന് വേണ്ടിയിട്ട് ഒരുപാട് സൈറ്റുകൾ അവൈലബിൾ ആണ്. അത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകളുടെ ലിസ്റ്റ് എടുക്കുക. അതിനകത്തുനിന്ന് നല്ല ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകൾ എടുത്തു നോക്കുക. എന്നിട്ട് ഈ ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകളിൽ എന്തെങ്കിലും പേജ് അതോറിറ്റി ഉണ്ടോ, ഡൊമൈൻ അതോറിറ്റി ഉണ്ടോ, ഗുണങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ നിജോ. ഓക്കെ. നീ വായിച്ചിട്ട് എന്നെ ക്ലാസ് വിളിക്കിട്ട് എന്ത് ചെയ്യും? ഞാൻ ക്ലാസ് എങ്ങനെ എടുക്കുള്ളൂ? ക്ലാസ് എടുത്തോണ്ടിരിക്കുകയല്ലേ. നിജോ, ഞാൻ ഒരു 5-10 മിനിറ്റ് ബ്രേക്ക് എടുത്തോട്ടെ നിജോ? ഓക്കെ സാർ. നിങ്ങൾ ഹോൾഡ് ചെയ്താൽ മതി, ക്ലോസ് ചെയ്യണ്ട. ഞാൻ ജസ്റ്റ് സ്ക്രീൻ ഓക്കെ. സ്റ്റോപ്പ് ചെയ്തേക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യട്ടെ. നിങ്ങൾ ചായ കുടിച്ചിരിക്കും. ഓക്കെ സാർ. എന്തിന്റെ കഥ?
നിജോ കേൾക്കുന്നുണ്ടോ? നിജോ, ഹലോ. ആ കേൾക്കുന്നുണ്ട്. 10 മിനിറ്റായോ ഞാൻ പോയിട്ട്? ഇല്ല. കുഴപ്പമില്ല. ഞാനൊരു അർജന്റ് കാര്യത്തിന് വേണ്ടി പോയതായിരുന്നു. ഞാനേ പനി ആ, ആയതുകൊണ്ട് ഓഫീസിൽ പോകാതെ വീട്ടിൽ ഇരുന്ന ക്ലാസ് എടുക്കണം. അപ്പോൾ വീട്ടിൽ ഇരുന്ന ക്ലാസ് എടുക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങൾ വരും. പനിയും തൊണ്ടവേദനയായിരുന്നു ഇന്നലെ രാത്രി മൊത്തം. അപ്പോൾ ഞാൻ രാവിലെ ഒരു പാരസെറ്റമോൾ ഒക്കെ അടിച്ചിട്ടിരുന്നാണ് ക്ലാസ് എടുക്കുന്നത്. ഓഫീസിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, സണ്ണി ഉണ്ടോ അവിടെ? സണ്ണി പോയോ എഴുന്നേറ്റ്? ഉണ്ട് സാറേ, ഉണ്ട്. ഓക്കെ. നമ്മൾ പറഞ്ഞു വന്നത് ആർട്ടിക്കിൾ സബ്മിഷനെ പറ്റിയാണ്. ആർട്ടിക്കിൾ സബ്മിഷൻ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ 1-2 എക്സാമ്പിൾ പോലെയൊക്കെയാണ് ഞാൻ കാണിച്ചത്. ഇപ്പം നമ്മൾ ഈ ലിങ്കറിനകത്ത് ആർട്ടിക്കിൾ സബ്മിഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകൾ ഒത്തിരി ഉണ്ട്. എനിക്ക് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ, ഒരു സെക്കൻഡേ. എൻ്റെ സ്ക്രീൻ ഓക്കെ. സബ്മിഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്തിട്ട് ഇതുപോലെയുള്ള ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകൾ എടുക്കാം. അതിനകത്ത് നമുക്ക് ഏത് സൈറ്റാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് നിന്ന് എഴുതാം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകൾ കാണിക്കുന്നുണ്ട്. സ്റ്റോറിഫൈ ഒക്കെ നല്ല രീതിയിലൊരു ആർട്ടിക്കിൾ സബ്മിഷൻ ചെയ്യാൻ പറ്റുന്ന സൈറ്റാണ്. വളരെ ഫേമസ് ആണ് ഇതൊക്കെ. പിന്നെ ഇഹൗ വളരെ ഫേമസ് ആണ്. കോറ ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റ് അല്ല, പക്ഷെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകൾ ലിങ്ക് എടുക്കാൻ അവിടെ നിന്ന് പറ്റുന്നത് കൊണ്ടാണ്. കോറ ശരിക്ക് നമ്മൾ ഇനി പഠിക്കാൻ പോണ ഫോറം പോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സൈറ്റാണ് കോറ. ക്യൂഡോ നല്ല സൈറ്റാണ്. ഈസീൻ ആർട്ടിക്കിൾ വളരെ ഫേമസ് ആയിട്ടുള്ള സൈറ്റാണ്. ആബ്സെൻസ് ടംബ്ലർ.com നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. ലൈവ് ജേണൽ ഇതുപോലെ ഒരുപാട് ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് ആർട്ടിക്കിൾ സബ്മിഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടും സൈറ്റുകൾ എടുക്കുക. അതിനകത്തുനിന്ന് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് നല്ല രീതിയിൽ ഒരു ആർട്ടിക്കിളാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ആർട്ടിക്കിളിനെ അത് ക്യാച്ച് ആവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി അതിനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ ആർട്ടിക്കിളിൻ്റെ ലിങ്കിനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുക. ലിങ്ക്ഡിനകത്തോ ട്വിറ്ററിനകത്തൊക്കെ ഷെയർ ചെയ്ത് കുറച്ച് ഇൻട്രാക്ഷനൊക്കെ കിട്ടാൻ പറ്റുമോ നോക്കുക. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് പെട്ടെന്ന് ക്യാച്ച് ആകാനും ആ ക്യാച്ച് ആകുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പോയിന്റ് ചെയ്യുന്ന ലിങ്ക് വഴി നമ്മുടെ വെബ്സൈറ്റിന് റെക്കമെൻഡേഷൻ വാല്യൂ പാസ് ചെയ്യാനും അത് നമ്മളെ റാങ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ആർട്ടിക്കിൾ സബ്മിഷൻ മെയിനായിട്ട് ചെയ്യുക. ഒരുപാട് സൈറ്റുകളുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോണത് ഫോറം പോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയക്കകത്തോട്ടാണ്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ SEO ഓൺ പേജ് ചെയ്തിട്ട് ഓഫ് പേജ് ചെയ്ത് റാങ്കിങ് മെച്ചപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓഫ് പേജ് SEOക്കകത്ത് ലിങ്ക് ബിൽഡിംഗ് പ്രാക്ടീസുകൾ നമ്മൾ ഡയറക്ടറി സബ്മിഷൻ വഴിയും ആർട്ടിക്കിൾ സബ്മിഷൻ വഴി ചെയ്യാമെന്നും അതെങ്ങനെ ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴും നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിളിനെ പറ്റി ഒരു സ്റ്റഡി നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റിനെ എടുത്തിട്ട് അതിൻ്റെ പേജ് അതോറിറ്റി ഡൊമൈൻ അതോറിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് സ്പാം സ്കോർ ഉണ്ടോ എന്ന് നോക്കുക. സ്പാം സ്കോർ ഒക്കെ ഉള്ള ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റിനകത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഫലത്തിൽ ആ സമയത്ത് വലിയ പ്രശ്നം ഉണ്ടായില്ലെങ്കിലും പിന്നീട് ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് കൂടെ ഉണ്ട്. സ്പാം സ്കോർ കൂടിയ ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റ്. അപ്പോൾ സ്പാം സ്കോറും നമ്മുടെ വെബ്സൈറ്റിൻ്റെ ആ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റിൻ്റെ പേജ് അതോറിറ്റി ഡൊമൈൻ അതോറിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പം നമ്മളെ വെബ്സൈറ്റിനേക്കാളും പേജ് അതോറിറ്റിയും ഡൊമൈൻ അതോറിറ്റിയൊക്കെ കുറഞ്ഞ ഒരു ആർട്ടിക്കിൾ സബ്മിഷൻ സൈറ്റിനകത്ത് പോയി സബ്മിറ്റ് ചെയ്ത് ലിങ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ആൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത് ഫോറം പോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയെ പറ്റിയാണ്. എന്താണ് ഫോറം പോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്തെങ്കിലും ടോപ്പിക്കുകളെ പറ്റി ഡിസ്കഷൻസ് നടക്കുന്ന വെബ്സൈറ്റുകളാണ് ഫോറംസ്. ടോപ്പിക്കുകളെ പറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ചോദിക്കാം, ആ ക്വസ്റ്റ്യന് മറുപടികൾ അവിടെ വേറെ പല ആൾക്കാർ പബ്ലിഷ് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കഷൻസ് ഏതെങ്കിലും ടോപ്പിക്കുകളെ പറ്റി ഡിസ്കഷൻസ് നടക്കുന്ന വെബ്സൈറ്റുകളാണ് ഫോറംസ്. അപ്പോൾ നമ്മളൊരു ഫോറം പോസ്റ്റിംഗ് ചെയ്യുന്നത് ഒരു ഓഫ് പേജിനകത്ത് ലിങ്ക് ബിൽഡിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെയുള്ള ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ വെബ്സൈറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്ന ലിങ്ക്സ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഫോറം പോസ്റ്റിംഗ് പോലെയുള്ള ആക്ടിവിറ്റി ചെയ്ത് ലിങ്ക് ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മൾ റാങ്കിങ് മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ഒരു വസ്തുത. പക്ഷേ സബ്മിറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഫോറംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫോറംസ്. അപ്പം നമ്മളൊരു ഫോറം പോസ്റ്റിംഗ് നടത്തുമ്പം നമ്മളെ ടോപ്പിക്കിന് ഏറ്റവും ഇണങ്ങിയ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഫോറം സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ലിങ്ക് ബിൽഡിംഗ് ആക്ടിവിറ്റി ചെയ്യാൻ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങളെ മനസ്സിലുണ്ടാകേണ്ട 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോണത്. അത് ഡയറക്ടറി സബ്മിഷൻ, ആർട്ടിക്കിൾ സബ്മിഷൻ, ഫോറം പോസ്റ്റിംഗ് പോലെയുള്ള ലിങ്ക് ബിൽഡിംഗ് ആക്ടിവിറ്റി ഏത് തന്നെ ചെയ്താലും നമുക്ക് ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഞാൻ ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ഇക്വിറ്റി പാസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വെബ്സൈറ്റുകൾ ഏതാണെന്ന് മനസ്സിലാക്കുക.
ഇനി അതിനെ വേറൊരു രീതിയിൽ പറയാം. നിങ്ങൾക്ക് ഇന്റർവ്യൂവിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെന്ന് വിചാരിച്ചോ. നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ലിങ്ക് ബിൽഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏത് ടൈപ്പ് സൈറ്റിൽ നിന്ന് കിട്ടുന്ന ലിങ്കാണ് നിങ്ങൾക്ക് കൂടുതൽ വാല്യുബിൾ ആവുക, അല്ലെങ്കിൽ ഗൂഗിൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് സൈറ്റുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടാകണം, ഉറപ്പായിട്ടും ഉണ്ടാകണം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഏത് ടൈപ്പ് വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടിയാലാണ് കൂടുതൽ ട്രസ്റ്റ് കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ തിരിച്ചും മറിച്ചും ഒക്കെ റിപ്പീറ്റ് ചെയ്യാം. ഉദാഹരണത്തിന് നമ്മളെ വെബ്സൈറ്റ് ഇപ്പോൾ nijo.com-ലേക്ക് കുറേ വെബ്സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടുന്നുണ്ട്. അതിൽ ഏത് ടൈപ്പ് വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടിയാലാണ് ഗൂഗിൾ ഏത് ലിങ്കിനെയാണ് കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ ട്രസ്റ്റ് പാസ് ചെയ്ത് കിട്ടുന്ന ടൈപ്പ് ഓഫ് ലിങ്ക് ഏത് ടൈപ്പ് വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ പറയാൻ അറിയാവുന്ന ആൾക്കാർ പറഞ്ഞോളൂ. പേജ് അതോറിറ്റി കൂടി ഇതല്ലോ, ഡൊമൈൻ അതോറിറ്റി കൂടി. ഡൊമൈൻ അതോറിറ്റി, പേജ് അതോറിറ്റി ഉറപ്പായിട്ടും കൂടിയ സൈറ്റുകളിൽ നിന്ന് ലിങ്ക് കിട്ടുന്നത് തന്നെയാണ് ഉപകാരപ്രദം. പക്ഷെ അതല്ലാതെ ഓഫ് ഡൊമൈൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ടോപ്പ് ഡൊമൈൻസ്, .com ഡൊമൈൻസ്, .org ഡൊമൈൻസ്, .net ഡൊമൈൻസ്, .edu ഡൊമൈൻസ്, അങ്ങനെ പലതരത്തിലുള്ള ഡൊമൈൻസ് ഉണ്ട്. ആ ടൈപ്പ് ഓഫ് ഡൊമൈൻസിൽ ഏത് ടൈപ്പ് ഡൊമൈനിൽ നിന്ന് ലിങ്ക് കിട്ടിയാലാണ് കൂടുതൽ ഇക്വിറ്റി പാസ് ചെയ്ത് കിട്ടുക, കൂടുതൽ ട്രസ്റ്റ് കിട്ടുക, നിങ്ങൾക്ക് റാങ്കിങ്ങിന് അത് കൂടുതൽ പ്രയോജനകരമാകുക എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ആൻസർ ഞാൻ പറയാം. ഗവൺമെന്റ് സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന ലിങ്കാണ് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് പാസ് ചെയ്യുന്നത്. എഴുതി വെച്ചോളൂ. GOV, ഇപ്പം ഇന്ത്യൻ ഗവൺമെന്റ് ആണെങ്കിൽ gov.in അല്ലേ? അപ്പൊ GOV സൈറ്റുകൾ, ഗവൺമെന്റ് സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന ലിങ്കാണ് ഗൂഗിൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഗവൺമെന്റ് സൈറ്റ്. അപ്പം നമ്മളൊരു ലിങ്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഒരു ഫോറം പോസ്റ്റിംഗ് നടത്തുമ്പോൾ നമ്മളെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു ഗവൺമെന്റ് സൈറ്റ് ഉണ്ടെങ്കിൽ, ഗവൺമെന്റ് ഫോറം ഉണ്ടെങ്കിൽ, ഗവൺമെന്റ് സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ഫോറംസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ലിങ്ക് കിട്ടുന്നത് വളരെ ഉചിതമാണ്, അനുയോജ്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിജോ ഈ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ഉള്ള ഒരു വെബ്സൈറ്റിനകത്ത് പലതരത്തിലുള്ള ബ്ലോഗ് പോസ്റ്റുകളും ആർട്ടിക്കിളും ഒക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിജോയ്ക്ക് ഗവൺമെന്റ് ഏജൻസി അല്ലെങ്കിൽ gov.in എക്സ്റ്റൻഷൻ വരുന്ന ഏതെങ്കിലും വെബ്സൈറ്റ്, ഇപ്പോൾ ഒരു കോർപ്പറേഷൻ്റെ സൈറ്റ് ആണെങ്കിലോ കോർപ്പറേഷൻ സൈറ്റിനകത്ത് വരുന്ന ഒരു ഫോറത്തിനകത്ത് നിന്നൊക്കെയോ നമുക്ക് ലിങ്ക് കിട്ടാൻ സാധ്യത ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ വാല്യുബിൾ ആണ് എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇപ്പം ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ടൗൺ പ്ലാനിങ് പോലെയൊക്കെയുള്ള ഏജൻസികളുണ്ട്. ടൗൺ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള വെബ്സൈറ്റുകൾ ഉണ്ടാവും. അവിടെ ഒരു ഫോറം ഉണ്ടെന്ന് വെച്ചു. നമുക്ക് ഫോറം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫോറത്തിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഉദാഹരണത്തിന് നമുക്കിപ്പം ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ ആണ് നമുക്ക് ടാക്സ് ലിമിറ്റേഷൻ വരുന്നതെന്നോ, അല്ലെങ്കിൽ എത്ര നില വന്നു കഴിഞ്ഞാൽ ലിഫ്റ്റ് വേണമെന്നോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടാവണം. ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ലിഫ്റ്റ് കൊടുക്കുന്നതിനെ പറ്റി നമുക്കൊരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ലിഫ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനെ പറ്റി എത്ര നില പൊക്കമുള്ള അല്ലെങ്കിൽ എത്ര നിലകളുള്ള ഒരു വീട് വയ്ക്കുമ്പോഴാണ് മസ്റ്റായിട്ട് ലിഫ്റ്റ് വെക്കേണ്ടത്, അല്ലെങ്കിൽ കെട്ടിടം വയ്ക്കുമ്പോഴാണ് ലിഫ്റ്റ് വെക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അത് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാണ്. ഇതുപോലെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ടൗൺ പ്ലാനിങ്, ഇങ്ങനെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും അപ്രൂവായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ വരുന്ന ഡൗട്ടുകളെ പറ്റി ക്ലിയർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഫോറം വെബ്സൈറ്റ് ഗവൺമെന്റിന്റെ തന്നെ ഭാഗമായിട്ട് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ആ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നല്ല ഒരു റിസോഴ്സാണ്. അപ്പൊ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനും അതിന് ആൻസർ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഫോറത്തിനകത്ത് നമ്മളുടെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ആർട്ടിക്കിളിലേക്ക് ലിങ്ക് കിട്ടുന്നത് വളരെ ഉചിതമായിരിക്കും. ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും ആഡ് ചെയ്തേക്കുന്ന ഒരു ക്വസ്റ്റ്യന് നമ്മൾ മറുപടി കൊടുക്കും. ആ മറുപടിക്കകത്ത് നമ്മൾ ഇട്ടേക്കുന്ന ആർട്ടിക്കിളിനകത്ത് അതിനെപ്പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള വിവരമുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സ്പഷ്ടമായിട്ട് നമ്മൾ ആർട്ടിക്കിളിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ക്വസ്റ്റ്യന് മറുപടിയായിട്ട് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയും എന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽസിന് നമ്മൾ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തേക്കുന്ന നമ്മളെ ബ്ലോഗിന്റെ പോസ്റ്റിലേക്ക് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ലിങ്കും അവിടെ കൊടുക്കുന്നത് ഒരു പരിധിവരെ ഒരു ഫോറത്തിനകത്ത് നിന്ന് കിട്ടുന്ന ലിങ്കായിട്ടും, അത് ഗവൺമെന്റ് പോലെയുള്ള ഏജൻസികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് gov.in പോലെയുള്ള എക്സ്റ്റൻഷൻ വരുന്ന വെബ്സൈറ്റിൽ നിന്ന് വരുന്ന ലിങ്ക് ആകുമ്പോൾ നമുക്കത് ഭയങ്കര വാല്യുബിൾ ആവുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അവിടെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു വസ്തുത, നമ്മൾ ടോപ്പിക്കുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഫോറത്തിനകത്ത് പോയി ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ അത് വളരെ ദോഷം ചെയ്യാനും ചാൻസ് ഉണ്ട്. ഫോറം വഴി നമുക്ക് കിട്ടുന്ന ലിങ്കുകൾ നമ്മൾ റാങ്കിങ്ങിന് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. എന്നിരുന്നാൽ
നമുക്കൊരു ഒരു സ്പാം ലിങ്ക് ബിൽഡിംഗ് ആക്ടിവിറ്റി ഫോറംസ് വഴി ചെയ്യുന്നത് അത്ര റെക്കമെൻഡബിളും അല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പണിഷ്മെന്റ് കിട്ടാം. കാരണം ഞാൻ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, ഫോറം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആണ്. എങ്ങനെയാണ് ഇത് ഇത്രയും സെൻസിറ്റീവ് ആയിട്ട് മാറുന്നതെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഫോറം കണ്ട്, ആ ഫോറത്തിനകത്ത് നമുക്ക് അതൊരു നമ്മളെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ആൻസർ പറയുകയും ചെയ്യുന്ന ഒരു ഫോറമാണെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ, വെബ് മാസ്റ്റർ ടൂൾസിനെ പറ്റിയുള്ള ഒരു ഫോറം, വെബ് മാസ്റ്റർ ടൂൾസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോറം. ഇനി ഗൂഗിൾ തന്നെ തുടങ്ങിയിരിക്കുന്ന ഒരു ഫോറമാണെന്ന് വിചാരിച്ചോ. വെബ് മാസ്റ്റേഴ്സിന് പ്രധാനപ്പെട്ട ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുന്ന, നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ആൻസർ കേൾക്കാനും ആൻസർ പറയാനും ഒക്കെ പറ്റുന്ന ഒരു ഡിസ്കഷൻ ഫോറം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ ഒരാൾ വന്ന് ഡൗട്ട് ചോദിച്ചു, നമ്മളെ വെബ്സൈറ്റിന് പെൻഗ്വിൻ്റെ പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് എങ്ങനെ അറിയാം, അല്ലെങ്കിൽ പെൻഗ്വിൻ്റെ പണിഷ്മെൻറ്റ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഡൗട്ടാണ്. എൻ്റെ വെബ്സൈറ്റിനകത്ത് നേരത്തെ ഒരുപാട് എന്താ വിസിറ്റൊക്കെ ഓർഗാനിക്കായിട്ട് കിട്ടാറുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് വിസിറ്റ് കുറഞ്ഞപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ വെബ്സൈറ്റ് പെൻഗ്വിൻ്റെ പണിഷ്മെൻറ്റ് കിട്ടിയതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എനിക്ക് ആ പണിഷ്മെൻറ്റിൽ നിന്ന് ഒരു വിടുതൽ കിട്ടാൻ, അല്ലെങ്കിൽ അതിനകത്ത് റിക്കവർ ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് ഒരു ഡിസ്കഷൻ നടത്തിയിരിക്കുന്ന ഒരു ഫോറം വെബ് മാസ്റ്റേഴ്സിൻ്റെ ഫോറമാണ്, അല്ലെങ്കിൽ SEOമാരുടെ ഒരു ഫോറമാണ് എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പം നമുക്കൊരു ഐഡിയ കിട്ടി. ഓക്കെ, പെൻഗ്വിൻ്റെ പണിഷ്മെൻറ്റിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടാൻ അല്ലെങ്കിൽ റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് പറയാമല്ലോ. എന്നാൽ ഇതേ ടോപ്പിക്കിനെ പറ്റി നമ്മളൊരു ആർട്ടിക്കിൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വെബ്സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതിനുള്ള ചെറിയൊരു ആൻസറിൻ്റെ ഹിൻറ്റ് അവിടെ കൊടുക്കുകയും ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് ഈ ആർട്ടിക്കിളിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആർട്ടിക്കിളിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കുകയും ചെയ്യാം. ഈ രീതിയിലാണ് ഫോറങ്ങളിൽ നിന്ന് നമ്മൾ വെബ്സൈറ്റിലേക്ക് ലിങ്ക് എടുക്കുന്ന രീതി ആൾക്കാർ മെയിനായിട്ട് അഡോപ്റ്റ് ചെയ്യാറുള്ളത്. ഇങ്ങനെ വരുന്ന ലിങ്കുകൾ നമുക്ക് വളരെ ഗുണകരമാകും. ഉദാഹരണത്തിന് നമ്മളിപ്പം ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യന് മറുപടി കൊടുക്കുകയും ആ മറുപടിക്ക് വേറെ ഒരുപാട് ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആവുകയും അവരൊക്കെ വന്ന് അതിനെ ലൈക്ക് ചെയ്യുകയോ അതിന് റിപ്ലൈ തരികയോ അതിന് താങ്ക്സ് പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ആൻസർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ട്രസ്റ്റ് അച്ചീവ് ചെയ്യുകയും ആ ആൻസറിനകത്ത് നിന്ന് നമ്മളെ വെബ്സൈറ്റിലേക്ക് പോകുന്ന ലിങ്ക് കുറച്ചുകൂടെ റെക്കമെൻഡേഷൻ വാല്യൂ പാസ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു വസ്തുത. ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ഒരിടത്ത് ചോദിച്ചു. ഈ ക്വസ്റ്റ്യന് മറുപടിയായിട്ട് നമ്മൾ പോയി ഒരു ആൻസർ പറഞ്ഞു, നമ്മളെ പേജിലേക്ക് ഒരു ലിങ്കും കൊടുത്തു. നോർമലി ഇങ്ങനെ കൊടുക്കുന്ന മിക്ക ലിങ്കുകളും ഒരു നോ ഫോളോ ലിങ്ക് ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് ഇൻട്രാക്ട് ചെയ്യുകയോ നമ്മളെ കമൻറ്റിന് റിപ്ലൈ തരികയോ അതിൽ ചില ആൾക്കാരൊക്കെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മളെ വെബ്സൈറ്റിലേക്ക് വന്ന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതൊരു നോ ഫോളോ ലിങ്ക് ആണെങ്കിലും അവിടെ നിന്ന് ഇക്വിറ്റി പാസ് ചെയ്ത് കിട്ടാം എന്നുള്ളതാണ് ഒരു വസ്തുത. ഇവിടെ ഇതൊരു സെൻസിറ്റീവ് ആയിട്ട് മാറുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി മിക്ക ഫോറത്തിനകത്തും സെക്കൻഡ് ഡിസ്കഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിനകത്ത് ക്രോളിംഗ് നടന്നുകൊണ്ടേയിരിക്കും. മിക്ക വളരെ പവർഫുൾ ആയിട്ടുള്ള ഫോറത്തിനകത്തും ഓരോ സെക്കൻഡിലും ഓരോ പേജുകൾ ഇങ്ങനെ ക്രോൾ ഇരിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ഫോറത്തിനകത്ത് ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഹൗ ടു റിക്കവർ ഫ്രം പെൻഗ്വിൻ അപ്ഡേറ്റ്സ് എന്നാണ് ചോദിച്ചത്. പെൻഗ്വിൻ്റെ പണിഷ്മെൻറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അപ്പോൾ അയാൾ ചോദിച്ചത് ഒരു കോറ പോലെയുള്ള ഒരു ഫോറത്തിനകത്താണെന്ന് വിചാരിച്ചോ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ച് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു URL പെർമാലിങ്ക് അവിടെ ക്രിയേറ്റ് ആവുകയും ഇത് ക്രോൾ ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഗൂഗിളിനകത്ത് ക്യാച്ച് ചെയ്ത് ഇൻഡെക്സ് ആവുകയും ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒരാൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഗൂഗിളിനകത്ത് ഹൗ ടു റിക്കവർ ഫ്രം പെൻഗ്വിൻ അപ്ഡേറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ കോറയ്ക്കകത്ത് ആഡ് ചെയ്ത ഈ ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട URL-ലും ഇപ്പോൾ ചിലപ്പം ഗൂഗിളിനകത്ത് തന്നെ ഒരു 3-ാമത്തെ പേജിനകത്തോ 4-ാമത്തെ പേജിനകത്തോ അത് ഇൻഡെക്സ് ചെയ്ത് കാണിക്കുന്നത് കാണാൻ പറ്റും. ആ സബ്മിറ്റ് ചെയ്ത മിനിറ്റുകൾക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ, 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് അതിനൊരു ആൻസർ കൊടുത്തു. ഓക്കെ, ആൻസർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ആൻസർ കൊടുത്ത ആൾ ആൾറെഡി കോറയ്ക്കകത്ത് ഒരുപാട് ഡിസ്കഷൻസ് നടത്തിയിട്ടുള്ള ആളാണെങ്കിൽ അയാൾക്കൊരു പ്രൊഫൈൽ ഉണ്ടാവും. അപ്പോൾ ആ പ്രൊഫൈലിൽ നിന്ന് ഇയാൾ സബ്മിറ്റ് ചെയ്തേക്കുന്ന ആൻസറുകളിലേക്കൊക്കെ ലിങ്ക് ഉണ്ടാവും. അപ്പം ഇങ്ങനെ വരുമ്പോൾ അടുത്തൊരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞ പേജ് ഒരിക്കൽ കൂടെ ഗൂഗിൾ ക്രോൾ ചെയ്തിട്ടുണ്ടാകും. നേരത്തെ 3-ാമത്തെ 4-ാമത്തെ പേജിൽ കിടന്നത് അത് രണ്ടും സ്റ്റെപ്പും ഇമ്പ്രൂവ് ചെയ്ത് റാങ്കിങ്, അതായത് ഹൗ ടു റിക്കവർ ഫ്രം പെൻഗ്വിൻ അപ്ഡേറ്റ് എന്നുള്ള ഒരു ക്വറിക്ക് അതൊരു 2-ാമത്തെ പേജിലോട്ടോ 3-ാമത്തെ പേജിലോട്ടോ അല്ലെങ്കിൽ 2-3 പോയിന്റ് മുകളിലോട്ട് മാറുകയോ ഇമ്പ്രൂവ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവും. ഇനി 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്തൊരാൾ വന്ന് ക്വസ്റ്റ്യൻ ഒരു ആൻസർ ആഡ് ചെയ്തു. ഇങ്ങനെ ഓരോ പ്രാവശ്യം ആൻസർ ആഡ് ചെയ്യുമ്പോഴും ഗൂഗിൾ ആ പേജിനെ ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റാങ്കിങ് ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. കാരണം ആദ്യം ഇതിൻ്റെ ക്വസ്റ്റ്യൻ സബ്മിറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കണ്ടന്റ് റിച്ച്നെസ് വെറും ഒരു ക്വസ്റ്റ്യനും ഒരു ഡിസ്ക്രിപ്ഷനും മാത്രമായിരുന്നു. രണ്ടാമതൊരാളൊന്ന് ആൻസർ ചെയ്തപ്പോൾ സെയിം URL-നകത്ത് കുറച്ച് കണ്ടന്റ് ആഡ് ചെയ്യപ്പെട്ട് ഗൂഗിൾ വീണ്ടും അതിനെ ക്രോൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ റാങ്കിങ് ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ 1-2 സ്റ്റെപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും.
ഇനി ആൻസർ ചെയ്യുന്ന ആള് ആൾറെഡി കോറയ്ക്കകത്ത് ഒരുപാട് ആൻസറുകളും ക്വസ്റ്റ്യനുകളും ഒക്കെ ചെയ്ത് അവിടെ ഒരു എന്താ പ്രൊഫൈൽ അതോറിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, സോഷ്യൽ അതോറിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് മാറുന്നത് കാണാൻ പറ്റും. ഇനി 3-4 ക്വസ്റ്റ്യൻസ് ഇതുപോലെ ആൻസർ ചെയ്യുകയും അതിന് റിപ്ലൈ ഒക്കെ വരികയും ചെയ്യുമ്പോൾ ഇത് മെല്ലെ മെല്ലെ ചിലപ്പോൾ ഒരാഴ്ചയെ കഴിയുമ്പം ഹൗ ടു റിക്കവർ ഫ്രം പെൻഗ്വിൻ അപ്ഡേറ്റ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ 2ാമത്തെ പൊസിഷനിൽ ഈ കോറയുടെ ക്വസ്റ്റ്യനും അതിനനുബന്ധിച്ച് വന്നിരിക്കുന്ന ആൻസറുകളും കൂടെ ചേർന്നുള്ള ഒരു ലിസ്റ്റിങ് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ഈ ഫോറത്തിനകത്തുള്ള ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ പെട്ടെന്ന് ഗൂഗിള് ക്രോൾ ചെയ്തിട്ട് അത് ഒരു എന്താ നമ്മൾ ഹമ്മിങ് ബേർഡ് പഠിച്ച സമയത്ത് പഠിച്ചിട്ടില്ലേ, ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടും ആൻസറുമായിട്ടൊക്കെ എടുക്കുകയും അത് ബെറ്റർ പൊസിഷനിലേക്ക് വരാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. കാരണം ഹൗ ടു വെയർ ടു എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിസൾട്ടുകൾ കൊടുക്കുന്ന ഗൂഗിൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ ചെയ്തേക്കുന്ന ഈ ഫോറത്തിന്റെ പേജും അതിന്റെ അനുബന്ധമായിട്ടുള്ള എന്താ ലിങ്കുകൾ അല്ലെങ്കിൽ അതിന്റെ ആൻസറുകളും അടങ്ങുന്ന സംഗതി ഇൻഡെക്സ് ചെയ്യാനാണ് സാധ്യത. അപ്പം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ഒരു പോർഷന്റെ പ്രത്യേകത, നമ്മൾ കോറയ്ക്കകത്ത് വന്ന് 3-4 ആർട്ടിക്കിളിനകത്ത് അല്ലെങ്കിൽ 3-4 ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുകയോ 3-4 ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രൊഫൈൽ ഉണ്ടാകും. ആ പ്രൊഫൈലിൽ നിന്ന് നമ്മൾ സബ്മിറ്റ് ചെയ്തേക്കുന്ന എല്ലാ ക്വസ്റ്റ്യനിലേക്കും ലിങ്ക് ഉണ്ടാകും. അതുപോലെ തന്നെ മിക്ക ക്വസ്റ്റ്യനുകളിൽ നിന്നും നമ്മൾ ആൻസർ ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് ലിങ്ക് ഉണ്ടാകും. ഇങ്ങനെ ഒരു ലിങ്കുകളുടെ ഒരു കൺസോർഷ്യം അവിടെ കൂടുന്നത് കാരണം അല്ലെങ്കിൽ ബിൽഡായി വരുന്നത് കാരണം നമ്മളുടെ പേജ് കൂടുതൽ പ്രാവശ്യം ക്രോൾ ചെയ്യപ്പെടാനും നിരന്തരം ക്രോൾ ചെയ്യപ്പെടാനും അതിന്റെ റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യത ഓൾറെഡി ഫോറം എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടാകും. ഇനി നമ്മളെ ഫോറത്തിനകത്ത് നമ്മൾ ഇട്ടേക്കുന്ന ഒരു ആൻസർ വായിച്ചിട്ട് അവിടെ കൊടുത്തേക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മളെ പേജിൽ വന്ന ആളിന് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവിടെ കിട്ടി ഒരുപാട് സമയം ആ ആർട്ടിക്കിളിനകത്ത് സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു നോ ഫോളോ ലിങ്ക് ആണെങ്കിൽ കൂടെയും അതിനകത്ത് നിന്ന് ഇക്വിറ്റി പാസ് ചെയ്യും, നമ്മളെ റാങ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഫോറം പോസ്റ്റിംഗ്. അപ്പം ഫോറം പോസ്റ്റിങ്ങുകൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം പണിഷ്മെന്റ് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉള്ള ഏരിയ കൂടിയാണ് ഫോറം പോസ്റ്റിംഗ്. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിനകത്ത് വന്ന് ആ ടോപ്പിക്കുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തപ്പോൾ SEO പറ്റി ഇപ്പം ടൗൺ പ്ലാനിങ്ങിന്റെ വെബ്സൈറ്റിനകത്തുള്ള ഫോറത്തിനകത്ത് വന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത് ഒരു വേറെ ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ലിങ്ക് എടുത്തേക്കുന്നത് SEOയുടെ ഒരു പേജിലേക്കാണ്. അത് റിലവൻ്റ് അല്ലാത്ത ഒരു ലിങ്ക് ആകയാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ലിങ്ക് വഴി നമുക്ക് പണിഷ്മെന്റ് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതും ഫോറം പോസ്റ്റിംഗ് വഴി കിട്ടുന്ന ലിങ്കുകളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം നമുക്ക് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഫോറത്തിനകത്ത് വന്ന് പോസ്റ്റ് ചെയ്യുക, അവിടെ നിന്ന് ലിങ്ക് കിട്ടാൻ വേണ്ടി നോക്കുക. ലിങ്ക് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സബ്മിഷനോ ഒരു ആൻസറോ വളരെ വാല്യുബിൾ ആയിരിക്കും, ആൾക്കാർക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലാവുകയൊക്കെ ചെയ്യുകയും അവിടെ നിന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത ആൾക്കാർ നമ്മളെ പേജിലേക്ക് വന്ന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഫോറം പോസ്റ്റിംഗ് വഴിയുള്ള ലിങ്ക് നമുക്ക് റാങ്കിങ്ങിന് ഹെൽപ്ഫുൾ ആകുന്ന ഒരു റെക്കമെൻഡേഷൻ ലിങ്ക് ആയിട്ട് മാറുന്നത്. ഇത്രയാണ് ഫോറം പോസ്റ്റിങ്ങിനകത്ത് പഠിക്കാനുള്ളത്. അപ്പം ഫോറം പോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഗതികളിൽ ഒന്നാണ് ഏറ്റവും കൂടുതൽ ഇക്വിറ്റി പാസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് വെബ്സൈറ്റ് ആണ്? നിജോ പറഞ്ഞേ, ഏത് ടൈപ്പ് സൈറ്റുകളിൽ നിന്ന് വരുമ്പോഴാണ്? GOV സൈറ്റ്. GOV സൈറ്റുകൾ അഥവാ ഗവൺമെന്റ് സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന ലിങ്കാണ് ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് പാസ് ചെയ്യുക. എന്നാൽ അത് കഴിഞ്ഞാൽ വരുന്ന സൈറ്റുകൾ EDU സൈറ്റുകളാണ്. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് പാസ് ചെയ്യുന്ന ലിങ്കുകളും വളരെ വാല്യുബിൾ ആണ്. പ്രത്യേകിച്ച് GOV വെബ്സൈറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ EDU സൈറ്റുകൾ അതുപോലെ തന്നെ ORG സൈറ്റുകളൊക്കെ ഇക്വിറ്റി നല്ല രീതിയിൽ പാസ് ചെയ്യുന്ന സൈറ്റുകളാണ്. അക്കാഡമിക് AC.in അങ്ങനെയുള്ള സൈറ്റുകളൊക്കെ ഗവൺമെന്റ് സൈറ്റുകൾ കഴിഞ്ഞാൽ, ഗവൺമെന്റ് സൈറ്റ് GOV ആണ്, GOV സൈറ്റുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ EDU, ACCIN അങ്ങനെയുള്ള സൈറ്റുകൾ വളരെ ഇക്വിറ്റി പാസ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാൽ .org അതുപോലുള്ള സൈറ്റുകളൊക്കെ ഇക്വിറ്റി പാസ് ചെയ്യുന്ന കമ്പാരിറ്റീവ്ലി .com സൈറ്റുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ .com എപ്പോഴും ഒരു കൊമേഴ്സ്യൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈറ്റുകളായിരിക്കും. നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി വെബ്സൈറ്റ് തുടങ്ങുമ്പം ഉറപ്പായിട്ടും .com സൈറ്റുകളായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ മാത്രമേ .netലോട്ടോ .inലോട്ടോ ഒക്കെ നമ്മൾ പോവേണ്ട ആവശ്യമുള്ളൂ. കഴിച്ച ഗുളികയുടെ എഫക്റ്റ് ഒക്കെ മാറി എന്ന് തോന്നുന്നു, തൊണ്ട വീണ്ടും വേനെടുക്കണം. നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ ലിങ്ക് ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയാസ് ഫോറം പോസ്റ്റിംഗ്, അതിനു മുമ്പേ പഠിച്ചത് ആർട്ടിക്കിൾ സബ്മിഷൻ, അതിനു മുമ്പേ പഠിച്ചത് ഡയറക്ടറി സബ്മിഷൻ പോലുള്ള ആക്ടിവിറ്റിയാണ്. ഇനി എപ്പോഴും നമ്മൾ വെബ്സൈറ്റിലേക്ക് ലിങ്ക് എടുക്കുകയും വാല്യുബിൾ ആയിട്ടുള്ള ലിങ്ക് ആയിട്ട് അത് മാറ്റാനൊക്കെ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ട പറ്റിയ നല്ല പ്രാക്ടീസുകളാണ് നമ്മളുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് അവിടെ അങ്ങോട്ടൊക്കെ ലിങ്ക് കൊടുക്കുന്നതും
ആ രീതിയിലുള്ള ഒരു ലിങ്ക് ബിൽഡിംഗ് ടാക്ടിക്സ്, നല്ല രീതിയിലുള്ള ആർട്ടിക്കിൾസ്, നല്ല രീതിയിലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ പബ്ലിഷ് ചെയ്ത് അവിടെ നിന്ന് ലിങ്ക് എടുക്കുന്ന രീതി ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. scribd.com എന്നുള്ള വെബ്സൈറ്റ് ഒക്കെ അതിന് ഉദാഹരണമാണ്. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്. scribd.com നല്ല സൈറ്റാണ്. scribd.com-നകത്ത് ലിങ്ക് ഉള്ള ഒരു മാനുവൽ പോലുള്ള ഡോക്യുമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും റെഫറൻസ് ഡോക്യുമെന്റുകളൊക്കെ പബ്ലിഷ് ചെയ്ത് ലിങ്ക് എടുക്കുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന സംഗതികളാണ്. ഹൈ ക്വാളിറ്റി ഡയറക്ടറികൾ എന്ന് പറയുമ്പം ഒരുപാട് എന്താ മാൻഡ.com US-ലൊക്കെ ഉള്ള വെബ്സൈറ്റുകളെയൊക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ മാൻഡ.com, പിന്നെ foursquare.com, പിന്നെ അങ്ങനെയുള്ള സൈറ്റുകൾ ഒത്തിരി ഉണ്ടാവും. zoominfo.com വളരെ ഹൈ ഡൊമൈൻ അതോറിറ്റി ഉള്ള സൈറ്റുകളാണ് ഈ ഡയറക്ടറികൾ. ഇന്ത്യയിലെ ലോക്കൽ ഡയറക്ടറികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഡയലൊക്കെ നല്ല അത്യാവശ്യത്തിന് പവർഫുൾ ആയിട്ടുള്ള ഡയറക്ടറികളാണ്. ജസ്റ്റ് ഡയൽ, ആസ്ക് ലൈല, ഷൈൻ.com ഇതൊക്കെ. സൂം ഇൻഫോ നല്ല സൈറ്റാണ്. സൂം ഇൻഫോ വളരെ പവർഫുൾ ആയിട്ടുള്ള സൈറ്റാണ്. എസ്പെഷ്യലി നമ്മൾ വിദേശ രാജ്യങ്ങൾക്കായാലും നമ്മളെ സ്വദേശത്തുള്ള വെബ്സൈറ്റുകളുടെയൊക്കെ ബിൽഡിങ് ചെയ്യുന്നതാണേലും സൂം ഇൻഫോയ്ക്കകത്ത് അവരുടെ പേരിൽ ലിസ്റ്റിംഗ് സബ്മിറ്റ് ചെയ്യുന്നതും അവിടെ നിന്ന് ലിങ്ക് എടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ഇതിന്റെ പ്രത്യേകത, സൂം ഇൻഫോയ്ക്കകത്ത് നമ്മളൊരു വെബ്സൈറ്റിനെ സബ്മിറ്റ് ചെയ്ത് ആ ഒരു പേജ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 1-2 മാസം കഴിയുമ്പോൾ തന്നെ ഒരു 32 പേജ് അതോറിറ്റി ആ പേജിന് മിനിമം ഉണ്ടാകും. അത് 35, 37, 40 വരെയൊക്കെ ആകാൻ വളരെ പാടൊന്നുമില്ല. അങ്ങനെയുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്. സൂം ഇൻഫോ. ഇനി ഫോറം പോസ്റ്റിംഗ്, ആർട്ടിക്കിൾ സബ്മിഷൻ, ഡയറക്ടറി സബ്മിഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോണത് പ്രസ് റിലീസ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. പ്രസ് റിലീസ് എന്താണ്? പ്രസ് റിലീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്ന എന്തെങ്കിലും പ്രോജക്റ്റുകൾക്കോ അല്ലെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ആപ്ലിക്കേഷനുകൾക്കോ പ്രോഡക്റ്റുകൾക്കോ നമ്മളൊരു ബ്രാഞ്ച് തുടങ്ങുന്നെങ്കിലൊക്കെയോ അതിനെക്കുറിച്ച് ഒരു പോപ്പുലർ ആക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ടൈപ്പ് വെബ്സൈറ്റുകളാണ് പ്രസ് റിലീസ് വെബ്സൈറ്റുകൾ. എന്താണ് പ്രസ് റിലീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർത്താ പ്രാധാന്യമുള്ള ആർട്ടിക്കിൾസ് ആണ് പ്രസ് റിലീസ്. വാർത്താ പ്രാധാന്യമുള്ള ആർട്ടിക്കിൾസ്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരു കമ്പനി തുടങ്ങി, അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസിന്റെ ഓൺലൈൻ സ്പെല്ലിംഗ് എങ്ങനെയാണ്? പ്രസ് റിലീസ് കേട്ടിട്ടില്ലേ? പ്രസ് റിലീസ് ഒന്ന്. പ്രസ് റിലീസ് സബ്മിഷൻ സൈറ്റുകൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് കിട്ടും. കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? പ്രസ് റിലീസ് സബ്മിഷൻ സൈറ്റ്സ് കാണുന്നുണ്ട്. പ്രസ് റിലീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർത്താ പ്രാധാന്യമുള്ള ആർട്ടിക്കിളുകളെയാണ് പ്രസ് റിലീസ് എന്ന് പറയാം. ഇതിന്റെ പ്രത്യേകത, നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പുതിയ ആപ്ലിക്കേഷൻ ഇറക്കുകയോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാർത്താ പ്രാധാന്യം ഉണ്ട് അല്ലേ? ആ വാർത്താ പ്രാധാന്യം കണക്കിലെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്ത് ഇത് പ്രസ് റിലീസ് സൈറ്റുകളിൽ പോയി സബ്മിറ്റ് ചെയ്യാം. അതിന് പെയ്ഡ് പ്രസ് റിലീസ് സൈറ്റുകളുണ്ട്, ഫ്രീ പ്രസ് റിലീസ് സൈറ്റുകളുണ്ട്. പെയ്ഡ് പ്രസ് റിലീസ് സൈറ്റുകളുടെയും ഫ്രീ പ്രസ് റിലീസ് സൈറ്റുകളുടെയും പ്രത്യേകത, ഇതിനകത്ത് നമ്മുടെ വാർത്താ പ്രാധാന്യമുള്ള ആർട്ടിക്കിൾസ് നമുക്ക് പബ്ലിഷ് ചെയ്യാം എന്നുള്ളതാണ് കോമൺ പ്രത്യേകത. എന്നാൽ നമ്മൾ ഇതിനകത്ത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനൊരു വാർത്താ പ്രാധാന്യമുള്ള ഒരു കണ്ടന്റ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന, ആൾക്കാർക്ക് എന്തെങ്കിലും ഇൻഫർമേഷനോ അവയർനെസ്സോ കൊടുക്കുന്ന ഒരു പ്രസ് റിലീസ് ഒക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടെ റേഞ്ചിലേക്കൊക്കെ പോകും. 1-2 ഉദാഹരണങ്ങൾ പറയാം. ഉദാഹരണത്തിന് നമ്മളിപ്പം സോഫ്റ്റ്ലൂം നമുക്കൊരു ബ്രാഞ്ച് തുടങ്ങുകയാണ്. ആ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇത് അറിയണം. നമ്മൾ പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നതിനെ പറ്റി ഒരുപാട് ആൾക്കാർ അറിയണമെങ്കിൽ നമുക്ക് വളരെ ഷോർട്ട് ടൈം കൊണ്ട് ഒരുപാട് ആൾക്കാർ അറിയുന്ന രീതിയിലുള്ള ഒരു പ്രസ് റിലീസ് കൊടുക്കാം. അതിനൊരു വാർത്താ പ്രാധാന്യമുണ്ട്. ആ വാർത്ത നടക്കുന്ന, അല്ലെങ്കിൽ എന്നാണോ ബ്രാഞ്ച് തുടങ്ങുന്നതിൻ്റെ ഇനാഗുറേഷൻ എന്നാണോ, അങ്ങനെയുള്ള സമയകാലഘട്ടത്തിൽ മാത്രമേ അതിന് പ്രാധാന്യം ഉണ്ടാകൂ. എന്നാൽ പ്രസ് റിലീസ് സൈറ്റുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് കിട്ടുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആകും, ഒരുപാട് ഗുണം നമുക്ക് ചെയ്യും. ഇനി നമ്മൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണമെന്ന് വെച്ചോ. ഇപ്പം നിജോ ഒരു കമ്പനി ജോയിൻ ചെയ്ത സമയത്താണ് അവിടെ തൊട്ടടുത്ത മാസം അവരൊരു പുതിയ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്നു, ഒരു മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ നിജോ ചെന്ന പാടെ തന്നെ എൻ്റെ SEO വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ നിജോ അടുത്ത് അവർ ചോദിക്കുകയാണ്, നമ്മൾ നെക്സ്റ്റ് മന്ത്
ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ പ്രോഡക്റ്റിനെ പറ്റി ഒരു ആപ്ലിക്കേഷനാണ്, മൊബൈൽ ആപ്പാണ്. ഈ പ്രോഡക്റ്റിനെ പറ്റി ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുമ്പിലേക്ക് ഒരു അവയർനെസ് എത്തണം. ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ ലോഞ്ച് ചെയ്യുന്ന പ്രോഡക്റ്റിനെ പറ്റി അറിയണം. എന്താണ് ഒരു മാർഗം? അപ്പം നോർമലി നമ്മളെ മനസ്സിൽ വരുന്നത് പെയ്ഡായിട്ട് സോഷ്യൽ മീഡിയയിൽ അവയർനെസ് ക്യാമ്പയിൻ നടത്തുക, പ്രൊമോട്ട് ചെയ്യുക, വീഡിയോ ഉണ്ടാക്കി പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോർമലി നമ്മൾ ഫസ്റ്റ് നമ്മളെ മനസ്സിൽ വരാൻ സാധ്യതയുള്ളത്. എന്നാൽ അതിൽ ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് ഒരു പെയ്ഡ് പ്രസ് റിലീസ് കൊടുക്കുക എന്നുള്ളത്. പെയ്ഡ് പ്രസ് റിലീസ് കൊടുക്കുമ്പം ഉള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പെയ്ഡ് ആയിട്ടുള്ള പ്രസ് റിലീസ് കൊടുക്കാൻ ബഡ്ജറ്റ് ആ കമ്പനിക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പെയ്ഡ് പ്രസ് റിലീസിലേക്കാണ് അവിടെ മൂവ് ചെയ്യേണ്ടത്. ആദ്യം നമ്മളുടെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു പ്രസ് റിലീസ് എഴുതി ഉണ്ടാക്കുക. എന്താണ് എഴുതി ഉണ്ടാക്കേണ്ടത്? നമ്മളെ പ്രോഡക്റ്റിനെ പറ്റി നല്ല രീതിയിൽ വിശദീകരിക്കുന്ന, അതിൻ്റെ ഒരു പ്രാധാന്യം പുറത്ത് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ആർട്ടിക്കിൾ, ഒരു വാർത്താ പ്രാധാന്യമുള്ള ആർട്ടിക്കിൾ, നല്ല വാർത്തകൾ എഴുതുന്ന പ്രത്യേകിച്ച് ടെക് ന്യൂസൊക്കെ എഴുതുന്ന ഒരാളിനെ കണ്ടെത്തി അവരുടെ അടുത്ത് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ഒരു സഹായത്തോടു കൂടി അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കുക. ഉദാഹരണത്തിന് നമ്മളിപ്പം നിജോ ജോയിൻ ചെയ്ത കമ്പനിക്ക് നെക്സ്റ്റ് മന്തിൽ ഒരു പുതിയ മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന കാര്യം അറിയണം, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിജോ അടുത്ത് ചോദിച്ചിരിക്കണം. നിജോ ചിലപ്പം മനസ്സിൽ വരുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യാം, അവയർനെസ് ക്യാമ്പയിൻ നടത്താം എന്നൊക്കെ ഉള്ളതായിരിക്കും. പക്ഷേ അവിടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ പ്രസ് റിലീസാണ്. അവർക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ആ ആപ്പുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രസ് റിലീസ് എഴുതി ഉണ്ടാക്കുന്ന ഒരാളിനെ കണ്ടെത്തുകയാണ്. പ്രത്യേകിച്ച് ഈ മനോരമ പോലെയൊക്കെയുള്ള പത്രങ്ങളിലൊക്കെ ടെക് ന്യൂസൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. മൊബൈൽ ആപ്പിനെ പറ്റിയോ ടെക്നോളജിയെ പറ്റിയൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ബുധനാഴ്ച ദിവസങ്ങളിലൊക്കെ മനോരമയ്ക്കകത്തൊക്കെ ടെക് പങ്ക്തികൾ വരുമ്പോൾ അതിനകത്ത് അശ്വിൻ നായർ പോലെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ എഴുതുന്ന, ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ, വാർത്തയൊക്കെ എഴുതുന്ന റൈറ്ററിനെ കണ്ടെത്തുക. എന്നിട്ട് അവരുടെ അടുത്ത് നിങ്ങൾ ആവശ്യം പറയുക, നമ്മളിങ്ങനെ ഒരു പുതിയ മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്, അതിനെപ്പറ്റി ഒരു പ്രസ് റിലീസ് കൊടുക്കാനായിട്ട് ഒരു പ്രസ് റിലീസ് തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് എഴുതാൻ പറ്റും. അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചിലപ്പോൾ ഒരു സാധാരണ ഒരു മൊബൈൽ ആപ്പായിരിക്കും, എന്നാലും അതിൻ്റെ പ്രാധാന്യമൊക്കെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു വലിയ തലക്കെട്ടോട് കൂടിയ ഒരു വാർത്താ പ്രാധാന്യമുള്ള ഒരു കണ്ടന്റ് അവർ എഴുതി ഉണ്ടാക്കും. അത് അവരെ കൊണ്ടേ പറ്റുള്ളൂ. നമ്മൾ എത്ര എഴുതിയാലും അതിനൊരു അട്രാക്ഷൻ കുറവായിരിക്കും. അപ്പോൾ അവരുടെ ഒരു ശൈലി ഉണ്ടാകും. ഈ മൊബൈൽ ആപ്പ് വരുന്നതോടുകൂടി ഇനി ഇവിടെ കാലം മാറി മറിയും എന്നൊക്കെ പറഞ്ഞായിരിക്കും അവർ എഴുതുക. അങ്ങനെയുള്ള വാർത്തകളായിരിക്കും അവരുടെ ഒരു പ്രത്യേകത. ആ പ്രസ് റിലീസ് എഴുതി തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിജോ എന്ത് ചെയ്യണം? പെയ്ഡ് പ്രസ് റിലീസ് കൊടുക്കുന്ന ഏതെങ്കിലും സൈറ്റിനകത്ത് പോയി രജിസ്റ്റർ ചെയ്യണം. NPR പോലെയൊക്കെയുള്ള ഒരുപാട് സൈറ്റുകളുണ്ടാവും. അതിനകത്ത് പോയി രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് നമ്മളെ കോൺടാക്ട് ചെയ്യും തിരിച്ച്. ഓക്കെ, നിങ്ങൾക്ക് പ്രസ് റിലീസ് കൊടുക്കാനുണ്ടോ, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്നിട്ട് അവർ ചോദിക്കും, എവിടെയാണ് നിങ്ങളെ പ്രസ് റിലീസ് പ്രൊമോട്ട് ചെയ്യേണ്ടത്, ഏത് ലൊക്കേഷനിലാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഇന്ത്യ മൊത്തം ടാർഗറ്റ് ചെയ്യുന്നോ, അതോ വേറെ ഏതെങ്കിലും കൺട്രീസ് ടാർഗറ്റ് ചെയ്യുന്നോ, അതോ ലോകം മുഴുവനും ടാർഗറ്റ് ചെയ്യുന്നോ എന്നൊക്കെ ചോദിക്കും. ഒപ്പം നമ്മളടുത്ത് അവരുടെ പാക്കേജൊക്കെ അവർ പറയുന്നുണ്ടാവും. ചിലപ്പം ഇന്ത്യയിൽ മൊത്തം ഇത് പ്രചരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 30,000 രൂപയോ 40,000 രൂപയോ വരുമെന്നൊക്കെ അവർ പറയുന്നുണ്ടാവും. പക്ഷേ ആ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണം കിട്ടും അവർ പറയുന്നുണ്ടാവും. അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കയ്യിൽ നിന്ന് ഈ പ്രസ് റിലീസ് എഴുതുന്ന എക്സ്പേർട്ടിനെ കൊണ്ട് നമ്മൾ എഴുതി മേടിച്ച പ്രസ് റിലീസ് അവർക്ക് സബ്മിറ്റ് ചെയ്യുകയും പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരതിനെ അവരുടെ പ്രസ് റിലീസ് വെബ്സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ പ്രസ് റിലീസ് സൈറ്റുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ബ്ലോഗേഴ്സും വാർത്ത എഴുതുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവും. അവരുടെ ഇടയിലൂടെ ഇത് പബ്ലിഷ് ചെയ്യും. എങ്ങനെ പബ്ലിഷ് ചെയ്യും? സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും? അവരുടെ ബ്ലോഗുകളിലും ന്യൂസ് വെബ്സൈറ്റുകളിലും ഒക്കെ ഇത് ആഡ് ചെയ്യും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രസ് റിലീസ് ഒരുപാട് ആൾക്കാരുടെ മുമ്പിലൂടെ സർക്കുലേറ്റ് ചെയ്ത് പോവുകയും അവരൊക്കെ അതിനെപ്പറ്റിയുള്ള കണ്ടന്റ്സ് അവരുടെ വെബ്സൈറ്റിനകത്തൊക്കെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതിനൊരു പോപ്പുലാരിറ്റി ഉണ്ടാവും. ചിലപ്പോൾ ഇത് കുറേ ആൾക്കാർ പല ആർട്ടിക്കിൾ സൈറ്റുകളിലും ന്യൂസ് സൈറ്റുകളിലും ഒക്കെ ഇത് പബ്ലിഷ് ചെയ്ത് വരുമ്പോൾ ഇവർ എഴുതിയിരിക്കുന്ന ഈ ടോപ്പിക്കും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ആപ്പും ഒക്കെ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഒരു റേഞ്ച് കഴിഞ്ഞ് ഒരുപാട് ആൾക്കാരുടെ മുമ്പിലേക്ക് വിസിബിൾ ആകും. അങ്ങനെ ഒത്തിരി വിസിബിലിറ്റിയിലോട്ട് അത് പോകുമ്പോൾ നോർമലി ഇത് ഒരുപാട് വെബ്സൈറ്റുകളിൽ ഇതിനെപ്പറ്റിയുള്ള കണ്ടന്റ്സ് പബ്ലിഷ് ചെയ്ത് വരാനും പിന്നെ എന്താ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്? ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കാതെ പിറ്റന്നത്തെ പത്രത്തിനകത്തൊക്കെ ഈ വാർത്ത കാണാൻ പറ്റും. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ,
നമ്മൾ ഈ ഇറക്കിയ പ്രസ് റിലീസ് ഒരുപാട് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന, ജനറലായിട്ട് ഒരുപാട് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ടോപ്പിക് ആവുകയും ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു മൊബൈൽ ആപ്പാണെന്നുള്ള രീതിയിൽ ആ ആർട്ടിക്കിൾ എഴുതിയ ആൾ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് NPR പോലെയുള്ള നാഷണൽ പ്രസ് റിലീസ് സൈറ്റുകൾ വഴി ഇത് സർക്കുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ചിലപ്പോൾ ഒരു 100 കണക്കിന് ആൾക്കാർ ഇതിനെ അഫിലിയേറ്റ് ചെയ്തേക്കുന്ന 100 കണക്കിന് ആൾക്കാർ അവരുടെ ബ്ലോഗുകളിലും വെബ്സൈറ്റുകളിലും വീഡിയോകളിലും ഒക്കെ പബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഇത് 100 കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിലൂടെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് കൂടെ നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനൊരു പോപ്പുലാരിറ്റി കൈവരും. പോപ്പുലാരിറ്റി കൈവന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു വൈറൽ പോലെയുള്ള അവസ്ഥയിലോട്ട് മാറും. പിന്നെ അത് TV-ലൊക്കെ അതിനെപ്പറ്റിയുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ പിറ്റേന്നത്തെ പത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് അതിനെപ്പറ്റിയുള്ള വാർത്ത വന്ന് ഒരു കുഞ്ഞു വാർത്തയായിട്ടൊക്കെ വന്ന് കിടക്കണ കാണാൻ പറ്റും. ഇതാണ് പ്രസ് റിലീസ് സബ്മിഷൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന പ്രസ് റിലീസിനെ പറ്റി ആധികാരികമായിട്ട് ഒരു പ്രസ് റിലീസ് ആ കണ്ടന്റ് എഴുതിയുണ്ടാക്കുക. പ്രസ് റിലീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർത്താ പ്രാധാന്യമുള്ള ആർട്ടിക്കിളാണ് പ്രസ് റിലീസ്. നമ്മളൊരു ബ്രാഞ്ച് തുടങ്ങാൻ പോവുകയോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയോ ഒക്കെ രീതിയിലുള്ള ഒരു വാർത്ത പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ആർട്ടിക്കിളാണ് പ്രസ് റിലീസ്. ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകളുണ്ട്. അതിൽ പെയ്ഡ് സബ്മിഷൻ സൈറ്റുകളുണ്ടാവും, ഫ്രീ സബ്മിഷൻ സൈറ്റുകളുണ്ടാകും. പെയ്ഡ് സബ്മിഷൻ സൈറ്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു പേയ്മെൻറ്റ്, ഇപ്പം കമ്പനി നിജം എടുത്ത് ചോദിച്ചാൽ എന്താ, അവരുടെ പുതിയ ആപ്പിനെ പറ്റി ഒരു പ്രൊമോഷൻ ചെയ്ത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുമ്പിലൂടെ ഇത് സർക്കുലേറ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചത്. അപ്പോൾ നിജം എന്താ ചോദിച്ചത്, അവർക്ക് ബഡ്ജറ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർക്കൊരു ചെറിയ ബഡ്ജറ്റ് ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. ഒരു 30,000 രൂപ ഒരു മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 25,000 രൂപ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ ഈ NPR-ലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പം അവർ ചോദിക്കുമ്പോൾ നമുക്കൊരു 75,000 രൂപയുടെ പാക്കേജാണ് വേണ്ടത്, അതിനെന്തൊക്കെ കിട്ടും, അല്ലെങ്കിൽ 30,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടും എന്നൊക്കെ ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പറയുന്നുണ്ടാവും. ചിലപ്പോൾ അവർ 25,000 രൂപയുടെ അതിനകത്ത് അവരുടെ അഫിലിയേറ്റുമായിട്ട് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ ചിലപ്പം കുറച്ചുകൂടെ ഒരു പാക്കേജിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അവരുടെ അഫിലിയേറ്റുമായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാകും. പിന്നെ അത് കൂടാഞ്ഞിട്ട് ചിലപ്പം അവരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന TV ചാനലുകളിലോ ബ്ലോഗുകളിലോ വീഡിയോകളിലോ യൂട്യൂബ് ചാനലുകളിലോ ഒക്കെ ഇതിനെപ്പറ്റിയുള്ള വാർത്ത കാണിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് പിന്നെ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പാക്കേജിനകത്ത് വരും. അപ്പം അങ്ങനെ ഒരു പാക്കേജാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മളെ ആർട്ടിക്കിൾ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലും കൂടെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനം നല്ല രീതിയിലോട്ട് ഒരു റേഞ്ചിലോട്ട് നല്ല ഔട്ട്റീച്ചിലോട്ട് കയറിപ്പോകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രസ് റിലീസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിനു മുമ്പേ ഫോറം പോസ്റ്റിംഗ് ആണ് പഠിച്ചത്. ഇനി നമുക്ക് പറഞ്ഞോ. സാർ പറഞ്ഞില്ലേ ഇത് പെയ്ഡ് പ്രസ് റിലീസ് ആയിട്ട് ചെയ്യണമെന്ന്. അല്ല, നമ്മുടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ഫ്രീ ഓഫ് കോസ്റ്റ് ഫ്രീ പ്രസ് റിലീസുകളുണ്ട്, പക്ഷെ അതിന് വളരെ റേഞ്ച് കുറവായിരിക്കും. കുറച്ച് ആൾക്കാരൊക്കെ കാണാനും അവിടെ നിന്ന് ഒരു ലിങ്ക് കിട്ടിയാൽ കിട്ടി എന്ന് പറയും. ഇതൊക്കെ ഫ്രീ അതിപ്പോ ഞാനിപ്പോ ഇവിടെ ഒരു ഓഫീസ് തുടങ്ങാണ്. അപ്പൊ നമുക്കിപ്പോ ഞാൻ കൊച്ചിയിലാണ് ഓഫീസ് തുടങ്ങുന്നത്. അപ്പൊ കൊച്ചിയിൽ മാത്രം ഞാൻ മതി. കൊച്ചി മീൻസ് മാത്രം, കൊച്ചി എറണാകുളം അങ്ങനെ മാത്രം മതി. അപ്പൊ നമ്മള് ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മുടെ ഈ ഓഫീസിന്റെ ഒരു പ്രസ് റിലീസ് കൊടുക്കാൻ പറ്റില്ല നമുക്ക്? അല്ല, അവിടെ ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്നത് ഞാനിപ്പോൾ സ്ക്രീനിൽ എടുത്ത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഫ്രീ സൈറ്റുകൾ. ഈ സൈറ്റുകളുടെ പ്രത്യേകത ഇതിനൊക്കെ റേഞ്ച് വളരെ കുറവായിരിക്കും. ഇതിന്റെ ഡൊമൈൻ അതോറിറ്റിയൊക്കെ ഉണ്ടോ 35 29 അങ്ങനെയൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്കൊരു ലിങ്ക് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ലിങ്ക് ബിൽഡിംഗ് അവിടെ നടക്കും, അല്ലാതെ ഒരു പോപ്പുലാരിറ്റി ഒന്നും ഫ്രീ പ്രസ് റിലീസ് വഴി കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ചെയ്യുന്നോണ്ട് വേറെ പ്രോബ്ലം ഒന്നും വരില്ലല്ലോ? വേറെ പ്രോബ്ലം വരില്ല. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടൈം പീരീഡിലേ ഉണ്ടാവത്തുള്ളൂ. ഈ ലിങ്ക്, ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടും, അത് ടൈം പീരീഡിലേ ഉണ്ടാവത്തുള്ളൂ. ആ ടൈമിനിടയ്ക്ക് ആ ലിങ്ക് ഇപ്പോൾ 35 ഡൊമൈൻ അതോറിറ്റിയുള്ള വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അത് പ്രയോജനമാകും. അല്ല, ആ 35 ഡൊമൈൻ അതോറിറ്റിയുള്ള വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് കിട്ടിയിട്ട് ഒരു കാര്യവും ഇല്ല നിങ്ങൾക്കെങ്കിൽ നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാവില്ല. ഇതൊക്കെ കണ്ടോ, 93 ഡൊമൈൻ അതോറിറ്റിയൊക്കെ സൈറ്റുകളാണ്. ഇവിടെ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഈ NPR ഒക്കെ ഫുള്ള് ഫ്രീ അല്ല. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. കണ്ടോ, ഇത് ഡൊമൈൻ അതോറിറ്റി 93 ഉള്ളതാണ്, പേ അതോറിറ്റി 80 ആണ്. ഇതൊക്കെ അത്യാവശ്യത്തിന് കൂടുതൽ PR വെബ് ഇതൊക്കെ നല്ല റേഞ്ചുള്ള സൈറ്റുകളാണ്. ഇവിടെ കിട്ടുന്ന ലിങ്ക് ഡു ഫോളോ ലിങ്ക് അല്ലായിരിക്കും, നോ ഫോളോ ലിങ്ക് ആയിരിക്കും. അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് കണ്ടോ. അപ്പോൾ ആ ലിങ്ക് ബിൽഡിംഗ് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ടെങ്കിലും പക്ഷേ അവിടെ വരുന്ന കുറേ ആൾക്കാർ ഡൈവേർട്ട് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നു എന്നുള്ളതല്ലാതെ ആ ലിങ്ക് വഴി നമുക്ക് വലിയ ബെനിഫിറ്റ്സ് ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഡു ഫോളോ ലിങ്ക് കൊടുക്കുന്ന സൈറ്റുകളുണ്ട് താഴെ കണ്ടോ. 81 ഡൊമൈൻ അതോറിറ്റി ഉള്ള mediapost.com ഡു ഫോളോ ലിങ്കാണ്. newswire.com ഡു ഫോളോ ലിങ്കാണ്. പക്ഷേ ന്യൂസ് വയറിലൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല കണ്ടന്റ് ആർട്ടിക്കിളൊക്കെ അല്ല നമ്മൾ ഇടുന്നതെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പിറ്റേന്ന് 2 ദിവസം കഴിയുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളയും. അതായത് ന്യൂസ് പത്രം പോലെ തന്നെയാണ് അവർ
പബ്ലിഷ് ചെയ്യുന്ന ദിവസത്തിൽ അത് കാണാൻ പറ്റും. പക്ഷേ പിറ്റേന്നൊക്കെ നമ്മൾ പത്രമൊക്കെ ഇന്നലത്തെ പത്രം 3 ദിവസം കഴിയുമ്പോഴുള്ള പത്രം എടുത്ത് ചവിട്ടുകുറ്റി കിടക്കൂലേ, അതുപോലെ ഇതിനകത്തുനിന്ന് പോകും. ന്യൂസ് ഫെയറിനൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം ഇതാണ്, ഫ്രീ ആയിട്ട് നമുക്ക് ലിങ്ക് കിട്ടും, ഡു ഫോളോ ലിങ്കും കിട്ടും. ഇത് അതിനിടയ്ക്ക് വെച്ച് ഗൂഗിൾ ആ ലിങ്ക് കിട്ടുന്ന പേജ് ക്രോൾ ചെയ്യുകയും നമുക്ക് ആ ലിങ്ക് യൂസ്ഫുൾ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ഭാഗ്യം. അതിനു മുമ്പേ ചിലപ്പോൾ അവരത് ഡിലീറ്റ് ചെയ്ത് കളയും എന്നുള്ളതാണ്. ന്യൂസ് ഫെയറിനകത്തൊക്കെ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഫ്രീ ഉപയോഗിച്ച് എറണാകുളത്ത് മൊത്തം ഒരു പോപ്പുലാരിറ്റി കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയ സാധ്യത വളരെ കുറവാണ്. ഒരുപാട് പരിമിതികൾ അതിനകത്തുണ്ടാവും. പെയ്ഡ് ഓപ്ഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് പോപ്പുലാരിറ്റി കിട്ടാം, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ അവിടെ എന്തിനാ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ടോപ്പിക്ക് ഒരു വാർത്താ പ്രാധാന്യമുള്ള സംഗതിയാണ്. അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നതുകൊണ്ട് ആൾക്കാർക്ക് എന്തൊക്കെ പ്രയോജനം കിട്ടുമെന്നുള്ളത് കൃത്യമായിട്ട് ആ ആർട്ടിക്കിൾ എഴുതിയ ആള്, അതിൽ നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന ടെക് റൈറ്റർ ഉണ്ടല്ലോ, അയാൾ വലിയ പ്രധാനപ്പെട്ട ആണ്. അയാളുടെ എഴുത്ത് അനുസരിച്ചിരിക്കും സംഗതി. ചിലപ്പം ഒരു സെക്യൂരിറ്റി ആപ്പാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോണത്, ആ ആർട്ടിക്കിളിനകത്ത് അതിന്റെ ഹെഡിങ് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു സമയത്തും ആരെയും പേടിക്കാതെ ഇറങ്ങി നടക്കാം, അതിനനുസരിച്ചുള്ള ഒരു സെക്യൂരിറ്റി ആപ്പാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. ഈ സെക്യൂരിറ്റി ആപ്പ് നിങ്ങളെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ആരെയും പേടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞായിരിക്കും അവർ വെച്ച് കാച്ചണം. അപ്പോൾ ഈ ആർട്ടിക്കിൾ കാണുമ്പോൾ ഇതെന്ത് സെക്യൂരിറ്റി ആപ്പ്, നമുക്ക് ഇനി രാത്രിയൊക്കെ ഇറങ്ങി നടന്നാലും ആരെയും പേടിക്കണ്ട അല്ലേ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അതിനൊരു പ്രൊമോഷൻ കൊടുക്കും. നിങ്ങൾക്ക് പ്രസ് റിലീസുകൾ നിങ്ങൾ നിരന്തരം കാണുന്നുണ്ടാകും, പക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല. പത്രങ്ങളിലൊക്കെ പ്രസ് റിലീസുകൾ, പെയ്ഡ് പ്രസ് റിലീസുകൾ വരാറുണ്ട്. ചില സിനിമകളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വരാറുണ്ട്, എന്തെങ്കിലും ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. അവർ കുറച്ച് ആൾക്കാരുടെ മുമ്പിലേക്ക് ഒരു ടോപ്പിക്ക് എത്തിക്കണം, ഒരു അറിവ് കൊടുക്കണം, അതൊക്കെ വരാറുണ്ട്. നേരത്തെ സിനിമകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രസ് റിലീസ് ഇപ്പോഴും നടക്കാറുണ്ട്. നമ്മൾ അറിയില്ലെന്നേ ഉള്ളൂ, നമ്മൾ വാർത്ത അത് വായിച്ചു പോകും. പക്ഷെ ആ ഒരു വാർത്തയുടെ മെയിൻ അജണ്ട ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഗതി ആൾക്കാരെ അറിയിക്കണം എന്നായിരിക്കും എൻ്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ചില സിനിമകൾ ഇറങ്ങുമ്പോൾ അതിന് ഇംഗ്ലീഷ് പേരൊക്കെ ഇറക്കുന്ന ഒരു ട്രെൻഡ് ഇടക്കാലത്തൊട്ടുണ്ടല്ലോ, ഇംഗ്ലീഷ് പേരിൽ ഇറക്കുന്ന സിനിമകൾ. അപ്പോൾ ആ പേരിൻ്റെ അർത്ഥം ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ആൾക്കാരുടെ മുമ്പിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി, അതിൻ്റെ പ്രത്യേകതകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ആർട്ടിക്കിളായിട്ട് പ്രസ് റിലീസുകൾ എഴുതും. ദുൽഖർ സൽമാൻ്റെ ചുവന്ന ആകാശം പച്ച ഭൂമി എന്നൊക്കെ പറഞ്ഞ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, പൊട്ടിപ്പൊളിഞ്ഞ സിനിമയാണ്. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ബുള്ളറ്റിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ടെൻ്റൊക്കെ അടിച്ച് താമസിക്കുന്നതിനെ പറ്റിയൊക്കെ ഉള്ളതാണ്. അതിനെപ്പറ്റിയൊക്കെ ഉള്ള പ്രസ് റിലീസ് പത്രങ്ങളിൽ, മനോരമ അടക്കമുള്ള പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അത് വായിക്കുകയും ആ സിനിമ കാണാനുള്ള ഒരു പ്രചോദനമാവുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകും. അങ്ങനെയുള്ള രീതിയിൽ പോകും. ദിലീപിൻ്റെയൊക്കെ സിനിമകൾ പണ്ടൊക്കെ ഇറങ്ങുന്ന ഓരോ സിനിമകൾക്കും അതിന് തക്കതായിട്ടുള്ള പ്രസ് റിലീസുകൾ ഇറങ്ങുമായിരുന്നു. ആർക്കും അറിയാൻ പറ്റത്തില്ല. ദിലീപിൻ്റെ റിംഗ് മാസ്റ്റർ സിനിമ കണ്ടിട്ടുണ്ടോ? റിംഗ് മാസ്റ്റർ നിജോ? ഉണ്ട്. ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രസ് റിലീസ് ഞാൻ പറഞ്ഞുതരാം. ഈ സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് 2-3 ആഴ്ച മുമ്പ് മനോരമ പത്രത്തിനകത്ത് ഒരു സൺഡേ പങ്ക്തി വന്നേക്കണാണ്. സൺഡേയിലുള്ള സപ്ലിമെന്റ് ഷീറ്റ് മൊത്തത്തിൽ ഒരു വലിയ വാർത്തയാണ്. വാർത്ത ഇതാണ്: ഒരു പുലീനെ മെരുക്കുന്ന തൃശ്ശൂരുകാരൻ എന്ന് പറഞ്ഞൊരു വാർത്തയാണ്. അതായത് പുള്ളി ഗൾഫിലുള്ള ഏതോ അറബികളുടെ പുലിയെ മെരുക്കൂലേ, പുലിയെ മെരുക്കുന്ന പുലിയെ താമസിപ്പിക്കുന്ന ഒരുപാട് ട്രെയിൻ ചെയ്യുന്നു. അതായത് ഈ പുലി അങ്ങനെയുള്ള ജീവികളെയൊക്കെ വീട്ടിൽ വളർത്തുന്ന ഒരു രീതി ചില അറബികൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെന്നെങ്കിലുമൊക്കെ ഈ മൃഗത്തിനെ സംഘടിപ്പിച്ചിട്ട് ഇതിനെ ട്രെയിൻ ചെയ്ത് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ വെക്കും. അപ്പോൾ ഇയാളെ പറ്റിയാണ് ഈ കഥ പറയുന്നത്, ഈ പത്രത്തിൽ വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂരുള്ള ഒരാളാണ്, അയാളെ പേരൊന്നും ഞാൻ മറന്നുപോയി. അതൊരു വലിയ വാർത്തയായി. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇയാൾ എങ്ങനെയാണ് ഈ ഒരു പുലിയെ മെരുക്കുന്നത് എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. അപ്പോൾ പുലി ആദ്യം ഒരു വലിയ കൂട്ടിനകത്ത് തുറന്നു വിടും. എന്നിട്ട് ആ കൂട്ടിൻ്റെ സൈഡിലുള്ള വാതിലിൻ്റെ അടുത്ത് ഇയാൾ ചെന്ന് നിൽക്കും. അപ്പോൾ പുലി ഓടി അടുക്കും. തൊട്ടടുത്ത് വന്നിട്ട് ഈ കമ്പി കിടക്കുണ്ടാവും, കമ്പി വേലി ഉണ്ടാകും, അവിടെ വന്നിട്ട് തിരിച്ച് പുലി പോകും. പിന്നെ പുലി വരുമ്പോഴത്തേക്ക് പുലി വരുന്ന സമയത്ത് ഒരു പാത്രം കൊണ്ട് വലിയ 2 പാത്രങ്ങൾ തമ്മിൽ മുട്ടിച്ച് വലിയ ഒച്ച ഉണ്ടാക്കും. അപ്പോൾ പുലി അവിടെ ഒന്ന് സ്റ്റക്കാകും. പിന്നെ പുലി ഈ വലിയ കേജിൻ്റെ വാതിൽ തുറന്ന് കുറച്ച് വെക്കും. അപ്പോൾ പുലി ഓടി വരും. അടുത്തെത്തുന്നത് പാത്രം കൊണ്ട് മുട്ടിക്കും. അങ്ങനെ സൗണ്ട് കേട്ടുന്ന പുലി തിരിച്ചവിടെ സ്റ്റക്കായി നിൽക്കും. അങ്ങനെ എന്നിട്ട് പിന്നെ ഈ ആള് ഇതിനകത്ത് കയറി നിന്ന് കൊട്ടും. പിന്നെ അതിന് ഫുഡ് ഇട്ട് കൊടുക്കും. അങ്ങനെ അപ്പം ഇങ്ങനെ മെല്ലെ പുലി ഇയാൾ അടുത്ത് വന്ന് നിൽക്കുന്നത് വരെ ഒരു സീനാക്കി. അതായത് ആ സമയത്ത് ഇയാൾ പേടിക്കാൻ പാടില്ല. പേടിച്ചു കഴിഞ്ഞാൽ പുലി ഉറപ്പായിട്ടും ആക്രമിച്ച് ഇയാളെ കടിക്കും, കൊല്ലും. 2 സെക്കൻഡ് കൊണ്ട് കാര്യം കഴിയും. പക്ഷെ പുലി ഓടി വരുമ്പോൾ പേടിക്കാൻ പാടില്ല.
നമ്മളെ ബോഡി സ്മെല്ല് കൊണ്ട് പുലിക്ക് നമുക്ക് പേടിയുണ്ടോ എന്ന് അറിയാൻ പറ്റും. അത് ഒരിക്കലും നമ്മളെ ശരീരത്തിൽ നിന്ന് പേടിയുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയെ നമുക്ക് വരാൻ പാടില്ല. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ പുലി അടുത്ത് വരുമ്പോൾ ഈ പാത്രം കൊട്ടുമ്പോൾ അവിടെ സ്റ്റക്കായി നിൽക്കുകയും പിന്നെ പുലി നിരാശനായി തിരിച്ചു പോവുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും പുലിയെ വാതിൽ തുറന്ന് ഇങ്ങനെ അടുത്തോട്ട് വരുത്തിക്കും. എത്തുന്നതിന് തൊട്ട് മുമ്പേ പാത്രം കൊണ്ട് ഒച്ച ഉണ്ടാക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് സ്റ്റക്കാവും, തിരിച്ചു പോകും. അങ്ങനെ കുറേ നാൾ പ്രാക്ടീസ് ചെയ്യുമ്പം പുലി പിന്നെ അടുത്ത് വന്നിട്ട് ഓടി വരാതെ നടന്ന് അടുത്ത് വരുന്ന രീതിയിലൊക്കെ മാറും. അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് കടിക്കാൻ വേണ്ടിയൊക്കെ വന്ന് നോക്കും. പക്ഷെ ദേഹത്ത് വന്നത് ഇങ്ങനെ ഉരസും, കൈകൊണ്ട് മാന്തി നോക്കും, ചിലപ്പോൾ ഒന്ന് കടിച്ചു നോക്കും. ആ കടിക്കുന്ന സമയത്ത് നമ്മൾ വേദന എടുക്കുകയോ നമുക്കൊരു പേടിയുള്ളതുപോലെ നമ്മൾ തോന്നുകയോ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നിമിഷം പുലി അറ്റാക്ക് ചെയ്ത് നമ്മളെ കൊല്ലും. അപ്പോൾ ഇയാൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വാർത്തയാണ് ഇതിനകത്ത് വന്നത്. ശരിക്കും ആ ഒരു പ്രസ് റിലീസ് കൊടുത്തതിൻ്റെ പ്രധാന ഉദ്ദേശം, അന്ന് റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു വാക്കിന്റെ അർത്ഥം ആർക്കും അറിയത്തില്ല. മനസ്സിലായോ? സിനിമ ഇറങ്ങാൻ പോകുന്ന സിനിമയാണ്. റിംഗ് മാസ്റ്റർ എന്നാണ് സിനിമയുടെ പേര്. റിംഗ് മാസ്റ്റർ എന്നുള്ള വാക്ക് ആർക്കും പരിചയമുള്ളതല്ല. ശരിക്കും സർക്കസിൽ മൃഗങ്ങളെ ഇണക്കുന്ന ആളാണ് റിംഗ് മാസ്റ്റർ. ഈ സിംഹം, കരടി, ഇതുപോലെ ആന പോലെയുള്ള സംഗതികളെ സർക്കസിനകത്ത് മെരുക്കിയെടുത്ത് ഓരോ സംഗതികൾ പഠിപ്പിക്കുന്ന ആളിനെയാണ് റിംഗ് മാസ്റ്റർ എന്ന് പറയുക. അപ്പൊ അവസാനം ഇയാളുടെ ഈ ഇന്റർവ്യൂ ഒക്കെ നടത്തി ഇയാൾ പുലിയെ മെരുക്കിയതും അതിന്റെ കഥകൾ എങ്ങനെയാണ് മെരുക്കിയെടുത്തത്, ഇതിന്റെ ഇടയ്ക്ക് എത്ര കടി കൊണ്ട് എവിടെയൊക്കെ വാന്തൽ കിട്ടി, ഇങ്ങനെയുള്ള സംഗതിയൊക്കെ പറഞ്ഞ് അതൊരു വലിയ പണിയായിട്ട് അയാൾ ഏറ്റെടുത്ത് നടത്തിയെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ശരിക്കും ഇയാൾ എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാൾ എന്താ പറയുന്നത്, അയാൾ സർക്കസിലെ റിംഗ് മാസ്റ്റർ ആയിരുന്നു. റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കസിലെ മൃഗങ്ങളെ എന്താ ഇണക്കുന്ന, അല്ലെങ്കിൽ അതിനകത്ത് സർക്കസുകളുടെ കാര്യങ്ങൾ മൃഗങ്ങളെ പഠിപ്പിക്കുന്ന, ട്രെയിൻ ചെയ്യുന്ന ട്രെയിനറാണ് റിംഗ് മാസ്റ്റർ എന്നുള്ള രീതിയിൽ അവസാനം കൺക്ലൂഡ് ചെയ്യുന്നതാണ് ഈ വാർത്ത. ശരിക്കും ഈ വാർത്ത പത്രത്തിനകത്ത് ഒരു സപ്ലിമെന്റ് പേജായിട്ട് ഒരു 4 കോളം വരുന്ന രീതിയിൽ വലിയ ഒരു ന്യൂസ് സ്റ്റോറി ആയിട്ട് വന്നതിന്റെ മെയിൻ ഉദ്ദേശം, റിംഗ് മാസ്റ്റർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ പത്രം വായിക്കുന്ന, മനോരമ പത്രം വായിക്കുന്ന ഒരു 10-20 ലക്ഷം ആൾക്കാർ വായിക്കുമെങ്കിൽ അതിലൊരു 8 ലക്ഷം ആൾക്കാരുടെ മുമ്പിലെങ്കിലും ഈ ഒരു വാക്കിന്റെ അർത്ഥം എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയ. പ്രസ് റിലീസ് ഇഷ്ടം പോലെ നടക്കാറുണ്ട്. സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് പ്രസ് റിലീസുകൾ ഇറക്കാറുണ്ട്. നമ്മൾ അറിയത്തേ ഇല്ല. അതൊരു വാർത്ത പോലെ തന്നെ വന്നിട്ട് പോകുന്നുണ്ടാവും. അവിടെ സിനിമയെ പറ്റി ഒന്നും പറയുന്നുണ്ടാവില്ല. ശരിക്കും അവിടെ റിംഗ് മാസ്റ്റർ എന്നുള്ള വാക്കിന്റെ അർത്ഥം നാട്ടുകാരെ അറിയിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ആ പ്രസ് റിലീസിന്റെ ഉദ്ദേശം. പക്ഷെ എന്താ, ആൾക്കാരെ അട്രാക്ട് ചെയ്ത് പിടിച്ചിരുത്തുന്ന ഒരു സ്റ്റോറിയും. അപ്പൊ നമ്മളിത് വായിച്ചു നോക്കുമ്പോൾ ദൈവമേ പുലി എങ്ങനെ മെരുക്കും, അപ്പൊ അത് വായിക്കാനൊരു കൗതുകം ആൾക്കാർക്ക് തോന്നും ഇല്ലേ? പുലിയെ മെരുക്കിയ തൃശ്ശൂരുകാരൻ എന്ന് പറഞ്ഞൊരു വാർത്തയായിരുന്നു സംഭവം. അല്ലെങ്കിൽ അറബിയുടെ പുലിയെ മെരുക്കുന്ന തൃശ്ശൂരുകാരൻ, അതാണ് അയാളുടെ ജോലി. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ ആ ജോലിയെ പറ്റി കാണിക്കുക, ജോലി ഇന്നതാണെന്ന് പറയുക, അങ്ങനെയുള്ള കാണിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു സംഗതി വരിക, ഇതൊക്കെയാണ് അവിടെ നടന്നത്. അപ്പൊ ഇതൊക്കെ പ്രസ് റിലീസാണ്. ശരിക്കും അത് പർപ്പസ്ഫുള്ളി നടത്തുന്നതായിരിക്കും. അതിന്റെ ഒരൊറ്റ പർപ്പസേ ഉള്ളൂ, റിംഗ് മാസ്റ്റർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഈ ലക്ഷക്കണക്കിന് ഈ വാർത്ത വായിക്കുന്ന ഒരു 10 ലക്ഷം പേര് വായിക്കുന്നുണ്ടെങ്കിൽ അത്രയും പേർക്കും റിംഗ് മാസ്റ്റർ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാൻ പറ്റണം. ആ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് തന്നെ നടത്തിയ ഒരു പ്രസ് റിലീസ് ആയിരുന്നു അത്. ഒരുപാട് സംഗതി ഇതുപോലെ നടക്കാറുണ്ട്. അപ്പം നമ്മൾ പ്രസ് റിലീസ് നടത്തിയിരിക്കുന്ന ചില സംഗതികൾ കാണിച്ചു തരാം കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ചില കമ്പനികൾക്ക് വേണ്ടി പ്രസ് റിലീസ് കൊടുത്തേക്കുന്നത് 2003 നടത്തിയ ഒരു പ്രസ് റിലീസ് കാണിച്ചു തരാം. പ്രവാസി ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു കമ്പനി പ്രവാസികൾക്ക്, അതായത് ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സഹായങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള സർവീസൊക്കെ കൊടുക്കുന്ന ഒരു കമ്പനി ഫോം ചെയ്തു. 2003 ഫോം ചെയ്തത്. ആ സമയത്ത് നമ്മൾ പ്രവാസി ഫ്രണ്ടിന് വേണ്ടി ഒരു സോഷ്യൽ മീഡിയ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യണ സമയത്ത്, കൃത്യം 10-11 വർഷം കഴിഞ്ഞു, ചെയ്യണ സമയത്ത് പ്രസ് റിലീസ് കൊടുക്കുകയുണ്ടായി. പ്രവാസി ഫ്രണ്ട്. പിന്നീട് അത് അവർ 2-3 ആൾക്കാർ ചേർന്നാണ് ആ സ്ഥാപനം തുടങ്ങിയത്. അവർ തമ്മിലുള്ള ഫൈറ്റ് കാരണം, അവർ തമ്മിലുള്ള അകൽച്ച കാരണം സംഗതി പൂട്ടിപ്പോയി. ഏകദേശം 1.5 വർഷത്തോളം വർക്ക് ചെയ്തു, പൂട്ടിപ്പോയി. പ്രവാസി ഫ്രണ്ട് എന്നാണ് എൻ്റെ പേര് കേട്ടോ, FRIEND. ഇപ്പൊ അതിന്റെ എന്തെങ്കിലും ശേഷിപ്പുകൾ ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. കണ്ടോ, അന്ന് പ്രവാസി ഫ്രണ്ട് ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്ത പ്രസ് റിലീസിനെ അടിസ്ഥാനപ്പെടുത്തി എക്കണോമിക് ടൈംസിനകത്ത് വന്ന വാർത്തയാണ്. ഇതിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ എന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഇല്ല കേട്ടോ, പ്രവാസി ഫ്രണ്ട് ഫെബ്രുവരി 2024 എന്നൊക്കെ പറഞ്ഞ സാധനം. പക്ഷെ ആ വാർത്ത ഇല്ല. ഇതിനകത്തൊരു വാർത്ത നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വാർത്തയുടെ ഒരു ആർട്ടിക്കിൾ ഇതിനകത്ത് കാണാനില്ല. നമുക്ക് എന്തായാലും ആ ആർട്ടിക്കിൾ പോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ആർട്ടിക്കിൾസ് ഇതിനകത്ത് ശേഷിക്കുന്നുണ്ടോ നോക്കാം. ഇതന്ന് അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത FB പേജാണ്. ജസ്റ്റ് ഡയലിനകത്ത് ആഡ് ചെയ്തതാണ്. ഇവിടെ എവിടെയെങ്കിലും വാർത്ത ഉണ്ടാവും. അന്ന് നമ്മൾ അതൊക്കെ ഉണ്ടോ, പ്രവാസി ഫ്രണ്ട് ലോഞ്ച് ടു അഡ്രസ് ഇഷ്യൂസ് ഓഫ് NRIs 2013 ഞാൻ പറഞ്ഞില്ലേ, ഓഗസ്റ്റ് 1 അത് ലോഞ്ച് ചെയ്തത്. ഓഗസ്റ്റ് 1, 2013 നമ്മൾ ലോഞ്ച് ചെയ്തത്. അന്ന്
ഒരു ഗണേഷ് എന്ന് പറയുന്ന ഒരാളും ഫോർമർ ക്രിക്കറ്റ് പ്ലെയർ മനോജും, കണ്ടോ, ഫോർമർ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് പ്ലെയർ മനോജ് ആൻഡ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആൻഡ് PR ഗണേഷ്. ഇവർ രണ്ടുപേരും മുൻകൈ എടുത്താണ് ഈ ഒരു സംഗതി തുടങ്ങിയത്. സംഗതി വേറൊന്നുമല്ല, പ്രവാസികളായിട്ടുള്ള ആൾക്കാർ, NRIs ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ വേണ്ടുന്ന സമയത്തിന് അതിന് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഓർഗനൈസേഷനാണ് പ്രവാസി ഫ്രണ്ട് തുടങ്ങിയത്. അപ്പം അന്ന് ഇത് പ്രവാസി ഫ്രണ്ട് തുടങ്ങിയ സമയത്ത് നമ്മൾ കൊടുത്ത പ്രസ് റിലീസിൻ്റെ പത്രത്തിൽ വന്നു തന്നൊരു കോപ്പിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അന്ന് എക്കണോമിക് ടൈംസിനകത്ത് വന്ന കോപ്പിയാണ്, കണ്ടോ. August 1, 2013 ഇത് ലോഞ്ച് ചെയ്തത്. അന്ന് വന്ന വാർത്തയാണ്. ഇത് കൂടാഞ്ഞിട്ട് അന്ന് യൂട്യൂബ് ചാനലുകളിലും ഇതാണ് അവരുടെ ലോഗോ ആയിരുന്നത്. യൂട്യൂബ് ചാനലുകളിലും ജീവൻ TV ആണെന്ന്, ജീവൻ TV പോലെയുള്ള സംഗതികളിലൊക്കെ ഇത് പബ്ലിഷ് ചെയ്ത് വന്നായിരുന്നു. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ ലിങ്ക് കാണും. പ്രവാസി ഫ്രണ്ട് ജീവൻ TV തന്നെയാണോ? ജീവൻ TV തന്നെ, ജീവനല്ല കേട്ടോ, സോറി, ജീവനല്ല, വേറൊരു TVയുടെ ഒരു ചാനൽ നിങ്ങൾ പറഞ്ഞ ജീവൻ TV തന്നെയാണ്. ഒരു ഗൾഫുമായിട്ട് ബന്ധപ്പെട്ട ഗൾഫ് ജാലകം എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാം ഉള്ള ചാനൽ ഏതായിരുന്നു? അതിനകത്ത് വന്നിട്ടുണ്ട്. ഗൾഫ് വാർത്ത എന്നും പറഞ്ഞല്ലോ. ഗൾഫ് വാർത്തയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അത് ഏത് ചാനലിലാണ് ഉണ്ടായിരുന്നത്? ജീവൻ TV തന്നെയാണ്. ജീവൻ TVയിലൊക്കെ അവരുടെ വാർത്ത അന്ന് കവറേജ് കിട്ടിയായിരുന്നു. ഒരുപാട് ആൾക്കാർ ആ ജീവൻ TVക്കകത്ത് അവരുടെ വീഡിയോ ഒക്കെ കണ്ട് ആ സമയത്ത് സെയിം ടൈമിൽ ആ ജീവൻ TVയിൽ അത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അനലിറ്റിക്സ് ഒക്കെ ആഡ് ചെയ്ത് അതിൻ്റെ വിസിറ്റ് ഒക്കെ കണ്ട് നോക്കിയിരുന്ന സമയമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 2013 നടന്നത്. പ്രവാസി ഫ്രണ്ട് ഇതിനകത്ത് നിൽക്കൊരു സെക്കൻഡ്. പ്രവാസി ഫ്രണ്ട് ജീവൻ TV എന്ന് അടിച്ചു നോക്കുക. ജീവൻ TV ആണെന്ന് തോന്നുന്നു. ജീവൻ TV സ്ട്രീം ഒന്നുമല്ല കേട്ടോ. ചിലപ്പോൾ യൂട്യൂബ് എടുത്തിട്ട് നമുക്ക് പ്രവാസി ഫ്രണ്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. യൂട്യൂബിനും പ്രവാസി ഫ്രണ്ടിന് യൂട്യൂബിൻ്റെ ചാനൽ ഉണ്ടായിരുന്നു, പ്രവാസി ഫ്രണ്ട്. പക്ഷെ അത് ഈ ശരിക്കും അന്ന് ആ രഞ്ജി ട്രോഫി ഈ ക്രിക്കറ്റ് താരമായിരുന്ന മനോജ് എന്ന് പറയുന്ന ആളിൻ്റെ ഫെയിം ഉപയോഗപ്പെടുത്താൻ അവർ നോക്കിയത്. പക്ഷെ സംഗതി ഹിറ്റാക്കി ആയി, ഒരുപാട് ആൾക്കാരൊക്കെ രജിസ്റ്റർ ഒക്കെ ചെയ്തു പ്രവാസി ഫ്രണ്ട്. പക്ഷെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഗണേഷ്, കണ്ടോ, ഇത് പ്രവാസി ഫ്രണ്ടിന്റെ ചാനലിനകത്ത് പബ്ലിഷ് ചെയ്ത വീഡിയോ ആണ്. ഇത് ജീവൻ TVക്കകത്ത് വന്ന ഒരു കൂട്ടുകാരൻ. ഇതാണ് വാർത്ത. ഇത് 2013 പബ്ലിഷ് ചെയ്ത ഇത് പ്രവാസി ഫ്രണ്ടിന്റെ ചാനലിനകത്ത് പബ്ലിഷ് ചെയ്തതാണ്. ഇതിനകത്തൊക്കെ ഞാനൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഇത് അന്ന് വന്ന വാർത്തയാണ്. ഇത് ആദ്യം ജീവൻ TVയിലാണ് ടെലികാസ്റ്റ് ചെയ്തത്. പ്രവാസിഫ്രണ്ട്.com ഇതായിരുന്നു വെബ്സൈറ്റ്. അപ്പം നമ്മൾ അന്ന് പണ്ടൊക്കെ കൊടുത്ത പ്രസ് റിലീസിന്റെ ഒക്കെ ടൈപ്പുകൾ ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്രവാസി ഫ്രണ്ട്, ജാഗരൻ, ജോഷ്, അങ്ങനെ ഒരുപാട് സൈറ്റുകൾ ഇത് വന്നിട്ടുണ്ടായിരുന്നു അന്ന്, ന്യൂസ് സൈറ്റുകളിൽ പ്രത്യേകിച്ച്. ഇൻസ്റ്റാഗ്രാം, പ്രവാസി ഫ്രണ്ട്, ഇതാണ് നമ്മൾ നേരത്തെ ഓപ്പൺ ആക്കിയത്. ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഡയൽ, തൃശ്ശൂർ, പ്രവാസി ഫ്രണ്ട് മലയാളി കോഴ്സ്, ഇവിടെയൊക്കെ ചില വാർത്തകൾ കാണാം. പക്ഷെ ഒരുപാട് നാളായില്ലേ, 10 വർഷത്തിലധികം ആയല്ലോ. ഇനി അത് മെല്ലെ മെല്ലെ ഓരോ സാധനങ്ങൾ പോകും. അപ്പം ഇതുപോലെ നമ്മൾ പ്രസ് റിലീസ് കൊടുത്തു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ വരും, പല വെബ്സൈറ്റുകളിലും ഇതുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇത് പബ്ലിഷ് ആയി വരും. അങ്ങനെ ഇത് പോപ്പുലാരിറ്റി ഉണ്ടാകും, കുറേ ആൾക്കാർ വായിക്കും. അങ്ങനെ അന്നൊരു പോപ്പുലാരിറ്റി ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു കേട്ടോ. പക്ഷെ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്ന് ഹിറ്റായി വന്നപ്പോൾ തന്നെ ഇവർ പല സ്ഥലങ്ങളിൽ അന്ന് അവർക്ക് വേണ്ടി തുടങ്ങിയ വേർഡ്പ്രസ് ബ്ലോഗാണ്, കണ്ടോ, 2015 പബ്ലിഷ് ചെയ്തിരിക്കുന്ന പോസ്റ്റ്. ഇതന്ന് ഒന്ന് ഹിറ്റായി വന്നപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വേറെ ഒരാളുമായിട്ട് കണക്റ്റായി. അയാള് ഈ ആംവേ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആംവേ കേട്ടിട്ടുണ്ടാതിരിക്കാൻ ചാൻസ് ഇല്ലല്ലോ. MLM. ആ ആംവേയുടെ കേരളത്തിലെ ഏറ്റവും തലപ്പത്തുണ്ടായിരുന്ന ഒരാൾ ഇവരെ പരിചയപ്പെടുകയും അയാൾ ഇവർക്ക് കേരളത്തിൽ മൊത്തം സ്ഥലങ്ങളിലും ഫ്രാഞ്ചൈസി തുടങ്ങാനുള്ള സംവിധാനമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. അതായത് ഇവർക്ക് വെബ്സൈറ്റായി ഈ കാര്യങ്ങൾ ലോഞ്ച് ചെയ്ത് ഇവരൊന്ന് സ്റ്റേൺ ആവുന്നതിന് മുമ്പേ അയാൾ എന്ത് ചെയ്തു, ഇവരെ കൊണ്ട് പല സിറ്റികളിൽ, പല കോട്ടയത്തും കൊല്ലത്തും തൃശ്ശൂരും ഒക്കെ അതിൻ്റെ ഫ്രാഞ്ചൈസികൾ വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അപ്പം ഓരോ ഫ്രാഞ്ചൈസി വിൽക്കുമ്പോൾ ഇത്ര ലക്ഷം രൂപ കിട്ടും എന്നുള്ള രീതിയിൽ പൈസ കിട്ടുന്ന പരിപാടിയാണ്. പക്ഷെ ഫ്രാഞ്ചൈസിയൊക്കെ തുടങ്ങി ഇവർ വർക്കൊന്ന് സ്റ്റേൺ ആകുന്നതിന് മുമ്പേ, ഏത് രീതിയിൽ പ്രവാസികളെ ഹെൽപ്പ് ചെയ്യാം അതിനുള്ള സെറ്റപ്പ് ഒന്നും ആവുന്നതിന് മുമ്പേ തന്നെ ഫ്രാഞ്ചൈസിയൊക്കെ വിറ്റ് വലിയ പണി മേടിച്ച ടീമുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ മനോജും ഗണേഷും തമ്മിൽ തർക്കമായി, വഴക്കുമായി, അവർ ഉടക്കി പിരിഞ്ഞ് ആ കമ്പനിയും പൂട്ടിപ്പോയി. ഇതിന് പെട്ടുപോയത് എനിക്കൊരു 10-60,000 രൂപ ഇതിനകത്ത് നഷ്ടം വന്നു.
ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അന്ന് ചെയ്ത ഒരു സംഭവമാണ് ഇത് പ്രവാസി ഫ്രണ്ട്. അന്ന് ഒരുപാട് പണിയൊക്കെ ഇതിനകത്ത് എടുത്ത് പ്രവാസി ഫ്രണ്ട് എന്നുള്ള വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ പ്രവാസി ഫ്രണ്ടിന്റെ ബ്ലോഗ്, വേർഡ്പ്രസ് ബ്ലോഗ് നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ കുറേ പണി അതിനകത്ത് എടുത്തായിരുന്നു. എല്ലാം വെറുതെ വേസ്റ്റായി. പക്ഷെ ഇവര് ഇങ്ങനെ ഫ്രാഞ്ചൈസിയൊക്കെ വിൽക്കാതെ കുറച്ചുകൂടെ ഇതായിട്ടൊക്കെ നല്ല സർവീസൊക്കെ ആൾക്കാർക്ക് കൊടുത്തത് നല്ലതായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ പ്രവാസികളായിട്ടുള്ള ഗൾഫിലുള്ള ആൾക്കാർ അവരെ അമ്മമാരെ ചികിത്സയ്ക്കും പിന്നെ അവരെ ഇപ്പം പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്നൊക്കെ പോയി ലീവൊക്കെ എടുത്ത് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, ലീവ് എടുത്തിട്ട് ഗൾഫിൽ പോകുന്ന ഈ പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ, അവർക്കൊക്കെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാനോ ഒന്നും ഇവിടെ ആൾക്കാരുണ്ടാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു സഹായമായിട്ടാണ് ഇത് തുടങ്ങിയത്. ക്ലിക്കായി ഒരുപാട് ആൾക്കാർ രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്തു. ജീവൻ ടി വിയിലൊക്കെ വന്നപ്പോൾ തന്നെ ഇത് ഹിറ്റായി. എനിക്ക് തോന്നുന്നു ഇത് പ്രവാസി ഫ്രണ്ട് യുവർ ഫാറ്റ് ഇത് വേറെയാണ്. ആ ലേഡി ഇപ്പോൾ ഇരിക്കണല്ലേ. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട വീഡിയോ ഒക്കെ ജീവൻ ടി വിയിൽ വന്നതാണ്. ഈ വീഡിയോ ജീവൻ ടി വിയിൽ നല്ലോണം ആൾക്കാരൊക്കെ കണ്ട് അവർ ടെലികാസ്റ്റ് 2-3 പ്രാവശ്യം ടെലികാസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ അനലിറ്റിക്സ് ഒക്കെ ആഡ് ചെയ്ത് വെബ്സൈറ്റിനകത്ത് വരുന്ന വിസിറ്റും കാര്യങ്ങളൊക്കെ കണ്ട് ഇതാക്കിയതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്തു. രജിസ്ട്രേഷൻ വെബ്സൈറ്റിനകത്ത് വന്ന് ഒരുപാട് ആൾക്കാർ രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്തു. നല്ല പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പ്രസ് റിലീസൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ സെറ്റപ്പ് ആക്കി. പക്ഷേ പ്രശ്നം ഇതാണ്, ആംബേക്കാരൻ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വന്നത് തന്നെയായിരിക്കും. വന്നിട്ട് എന്ത് ചെയ്തു, പല സിറ്റികളിൽ ഇതിൻ്റെ ഫ്രാഞ്ചൈസി വിറ്റ് പെട്ടെന്ന് 10-25 ലക്ഷത്തിന് രൂപയുടെ ബിസിനസ്സൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ഫ്രാഞ്ചൈസി മാത്രമേ തുടങ്ങിയുള്ളൂ. അവിടെ കൃത്യമായിട്ടുള്ള രീതിയിലൊന്നും നടന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് അവർ ഈ പൈസയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഒരു തർക്കം വരുമല്ലോ. രണ്ടാൾക്കാർ 3 ആൾക്കാരൊക്കെ ആയിട്ട് സ്ഥാപനം തുടങ്ങി ഭയങ്കര പൈസയിലോട്ട് പോകുമ്പം ഒരു തർക്കത്തിലേക്ക് പോകുമല്ലോ അത്. അങ്ങനെ തർക്കം ഭയങ്കര പ്രശ്നമായി. ഇവർ തമ്മിൽ ഉടക്കായി. ഇതാണ് അന്ന് വന്ന പ്രവാസി ഫ്രണ്ട്. ഇതാണ് ഗണേഷ്. അല്ല ഇത് ഇത് വാർത്ത യൂട്യൂബിനകത്ത് ഇത് മനോരമയ്ക്കകത്ത് വന്ന വാർത്തയാണ്. പ്രവാസിഫ്രണ്ട്.com 10 വർഷം മുമ്പ് പബ്ലിഷ് ചെയ്തേക്കുന്നുണ്ടോ. ഇത് മനോരമയ്ക്കകത്ത് വന്ന ന്യൂസാണ്. അങ്ങനെ പല പത്രങ്ങളിനകത്തും ചാനലിനകത്തും ഒക്കെ വാർത്തയായിട്ടൊക്കെ വന്ന് തന്നെയാണ് ഇത് ഹിറ്റാക്കി ഒരുമാതിരി റെഡിയാക്കി എടുത്തത്. പക്ഷെ റെഡിയായി വന്നെങ്കിലും ഇവരെ മിസ്ലീഡ് ചെയ്തു. അതാണ് പ്രശ്നം. ഇവരുണ്ടാക്കി വെച്ച ഒരു ഫെയിം ഈ ഫ്രാഞ്ചൈസിയൊക്കെ തുടങ്ങിയതോടുകൂടി പ്രശ്നങ്ങളിലൊക്കെ പോയി. പിന്നെ ഇവർ അവസാനം ഇവർക്ക് ഉണ്ടായ കുറേ ബാധ്യതയൊക്കെ കാണുന്നത്. എന്നെ അവസാനം അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗണേഷ് വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഹ്മദാസ് നേരാനുള്ള കാശ് വേണമെങ്കിൽ നമ്മൾ ഓഫീസിൽ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ പൈസയും ഇതാകുമല്ലോ. അവർ വാങ്ങിച്ച AC 2 ടണ്ണിൻ്റെ 2 AC അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അത് കേട്ടോണ്ട് മര്യാദയ്ക്ക് പോയി അതെടുത്താൽ മതിയായിരുന്നു. അങ്ങനെയെങ്കിലും മുതലായെന്ന് സമാധാനിക്കണം. പൈസ മൊത്തം പോയി. അവർ തമ്മിലുള്ള തർക്കമാണ്. തർക്കത്തിനുള്ള മെയിൻ കാരണം ഈ ഫ്രാഞ്ചൈസി വിറ്റ് 10-25 ലക്ഷം രൂപ പെട്ടെന്ന് വന്നതാണ്. അപ്പം വലിയ പ്രശ്നമായി. സാറെടുത്തിട്ടുണ്ടായ ഫ്രാഞ്ചൈസി? ഇല്ല. നമ്മളിതിൻ്റെ ഓൺലൈൻ പ്രൊമോട്ടർ ആയിരുന്നു. ഞാൻ എൻ്റെ SEO ചെയ്തിരുന്നു, സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള ഓൺലൈനായിട്ടുള്ള പ്രൊമോഷനും വിസിബിലിറ്റിക്കും പ്രസ് റിലീസിനും ഒക്കെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരായിരുന്നു നമ്മൾ അന്ന്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് എന്നെ കൊണ്ട് വർക്ക് ചെയ്യിച്ചെങ്കിലും ഏകദേശം 1 വർഷത്തോളം ഒരു വർഷമല്ല, ഒരു 6-7 മാസത്തോളം എന്നെ കൊണ്ട് വീണ്ടും വർക്ക് ചെയ്യിച്ചു. ആ സമയത്ത് ഈ മനോജും ക്രിക്കറ്റ് കളിക്കാരൻ മനോജും ഈ ഗണേഷും തമ്മിൽ ഉടക്കി പിരിഞ്ഞായിരുന്നു. അതൊന്നും നമ്മൾ അറിഞ്ഞില്ല. പിന്നീട് പൈസ ചോദിക്കുന്ന സമയത്താണ് ഇവർ പൂട്ടാൻ പോകുന്നു, ഇവരുടെ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് OLX ഇട്ട് ഒന്നുകിൽ വിറ്റ് നിങ്ങൾ കാശായിട്ട് എടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സാധനം എടുത്തോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്ന് ബുദ്ധിക്ക് ഒരു പെട്ടിയാട്ടം വിളിച്ചോണ്ട് പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനെ എടുത്തോണ്ട് വന്നാൽ മതിയാവും. അവര് ബിൽഡിങ്ങിന് വേണ്ടി തയ്യാറാക്കിയ സാധനങ്ങളെ AC-കൾ, ഫർണിച്ചറുകൾ, അലമാര, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചെയേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനെന്താ അന്ന് പറഞ്ഞ പാടെ തന്നെ പെട്ടെന്ന് പോയി ഒരു പെട്ടിയാട്ടം വിളിച്ചോണ്ട് പോയി സാധനം എടുത്തോണ്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് പിന്നീട് ഒരു നഷ്ടബോധം തോന്നില്ല. നമ്മൾ വിചാരിച്ചെന്താ, നമുക്ക് കാശായിട്ട് കിട്ടിയിട്ടേ കാര്യമുള്ളൂ, നമ്മളെ ടീമിനും നമ്മളിവിടുത്തെ വാടക കൊടുക്കൽ അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിപ്പോയതുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. ആദ്യമൊക്കെ ഇവർ തരുമെന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചാൽ പോലും കിട്ടാതെ, വിളിച്ചാൽ എടുക്കാതെയൊക്കെ പോയി. അപ്പം മനോജിനെ വിളിക്കാൻ പറ്റില്ല, മനോജ് ഗണേഷിനെ വിളിക്കാൻ പറയും, ഗണേഷിനെ വിളിച്ചാൽ മനോജിനെ വിളിക്കാൻ പറയും. അങ്ങനെ ഒരു നമ്മളെ കുറേ ആളിട്ട് പന്ത് തൊട്ട് പോലെ തട്ടി. പിന്നെ പൈസ കിട്ടില്ലെന്ന് ഉറപ്പായി. പിന്നെ നമ്മളങ്ങ് എഴുതി തള്ളി. പിന്നെ ഗണേഷ് എന്നുള്ള ആൾ എന്നെ വീണ്ടും വിളിച്ചിട്ട് പ്രവാസി ഫ്രണ്ട് എന്നുള്ള വെബ്സൈറ്റ് നമ്മളെ കയ്യിലുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് വേറൊരാൾ വാങ്ങിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുകയാണ്, വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ പൈസ നിങ്ങൾക്ക് തരും എന്നൊക്കെ പറഞ്ഞു.
ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിലൊന്നും ആ വെബ്സൈറ്റ് ഉണ്ടായിരുന്നില്ല, വേറെ ആരോ അത് ബുക്ക് ചെയ്തെടുത്തു. എൻ്റെ റിന്യൂവൽ ടൈം കഴിഞ്ഞപ്പം പ്രവാസി ഫ്രണ്ട് വേറെ ആരോ ബുക്ക് ചെയ്തെടുത്തു. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ഡൊമൈൻ ബ്രോക്കേഴ്സ് ഉണ്ട്, അത് നമ്മൾക്ക് ഉള്ള ഒരു വർക്കൊക്കെ ചെയ്ത് നല്ല ഇതാക്കിയ വെബ്സൈറ്റുകൾ റിന്യൂവൽ ചെയ്തില്ലെങ്കിൽ ഡൊമൈൻ ബ്രോക്കേഴ്സ് അത് മേടിക്കും, എന്നിട്ട് അതിനെ തിരിച്ച് വിൽക്കും, മറിച്ച് വിൽക്കും. പിന്നെ ഈ വർക്ക് ചെയ്തുകൊണ്ടുള്ളൊരു ഗുണമുണ്ടായത്, കാരണം എപ്പോഴും നമ്മൾ വർക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗുണം ആ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത് ആ കമ്പനി വഴി കിട്ടിയില്ലെങ്കിലും അത് ദൈവം കൊണ്ടുവരുമെന്നുള്ള ഒരു വിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളടുത്ത്. ഒരു വർക്ക് നമ്മൾ ആത്മാർത്ഥ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വർക്കിൻ്റെ ബെനിഫിറ്റ്സ് ദൈവം നമുക്ക് ഏത് വഴിയെങ്കിലും കൊണ്ടുതരും. പിന്നീട് നമ്മൾ ഇതേപോലത്തെ വേറൊരു വെബ്സൈറ്റിൻ്റെ പ്രവാസികളെ സഹായിക്കുന്ന വേറൊരു ടൈപ്പ് വർക്കാണ്, NRI ഒരു സർവീസ് കൊടുക്കുന്നത് തന്നെയാണ്. അത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അവർക്ക് അവരുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തപ്പോഴും അവരുടെ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തപ്പോഴും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രവാസി ഫ്രണ്ടിന് വേണ്ടി വർക്ക് ചെയ്ത സമയത്ത് കിട്ടിയിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉപയോഗപ്പെടുത്താനും പറ്റി. അത് നമുക്ക് നല്ല ക്ലയൻ്റ് ആയിരുന്നു, നല്ല സൂപ്പർ ക്ലയൻ്റ് ആയിരുന്നു. അവരുടെ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് നമുക്ക് കിട്ടി, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിട്ടി, പിന്നെ അവരുടെ പ്രൊമോഷൻസ് കിട്ടി. നല്ല ടീമുമായിരുന്നു അവർ. കാനഡയിലുണ്ടായിരുന്ന കാനഡയിൽ താമസിച്ചിരുന്ന വിദേശികളായിരുന്നു, അല്ല മലയാളികൾ തന്നെ. കാനഡയിൽ ഉണ്ടായിരുന്നിട്ട് പിന്നെ തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റ് ചെയ്ത ആൾക്കാരായിരുന്നു, നല്ല ആൾക്കാരായിരുന്നു. കുറേ നാളവരുടെ വർക്കൊക്കെ ചെയ്ത് നല്ലതായിരുന്നു. പിന്നെ അപ്പോൾ നമുക്ക് പ്രസ് റിലീസിനെ പറ്റിയാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. നമുക്ക് ഇനി പഠിക്കേണ്ട ഏരിയാസ്, ഇനി നേരെ നമ്മൾ പഠിക്കാൻ പോണത് നമ്മൾ ലിങ്ക്സ് ഒക്കെ ആഡ് ചെയ്ത് നമ്മളെ വെബ്സൈറ്റുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളിനെ പറ്റിയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ പ്രസ് റിലീസ്, ഫോറം പോസ്റ്റിംഗ്, ഡയറക്ടറി സബ്മിഷൻ, ആർട്ടിക്കിൾ സബ്മിഷൻ, ഇങ്ങനെയുള്ള ലിങ്ക് ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് ചെയ്യുമ്പോൾ നമുക്ക് ഗുണം കിട്ടുന്നത് പോലെ തന്നെ ദോഷവും കിട്ടും. അങ്ങനെ ദോഷം വരുന്ന ഒരു ഏരിയ നമുക്ക് പണിഷ്മെൻ്റ് ആയിട്ട്, പെൻഗ്വിൻ വഴിയുള്ള പണിഷ്മെൻ്റ് ആയിട്ടൊക്കെ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്താണ് അങ്ങനെ ഒരു പണിഷ്മെൻറ്റിലേക്ക് നമ്മളെ വെബ്സൈറ്റ് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. അവിടെയാണ് നമ്മൾ റിക്കവറി ടൂളായിട്ടുള്ള ഡിസവോ ടൂൾ പഠിക്കുക. ഡിസവോ ടൂൾ നമ്മളെ ക്ലാസ് ഇനി അതാണ്. ഒരു സെക്കൻഡ്, ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്ത് സ്റ്റോപ്പ്